നിങ്ങൾ എൻ്റെ സ്ക്രീൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റാത്തവർ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറ്റുന്നില്ല എന്ന് പറയുക, അല്ലാത്തവർ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ ആദ്യത്തെ ആവശ്യം, ആദ്യത്തെ ഏതെന്ന് വെച്ചാൽ വിങ്സിന്റെ ഐക്കൺ ഉണ്ട് നിങ്ങളുടെ മെഷീനിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ IT കോർഡിനേറ്റർ ആരാണോ അവരോട് പറയുക നിങ്ങൾക്ക് ഇത് വേണം, ആവശ്യമുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. വിങ്സ് 22 ഈ ലോഞ്ചർ ഇതാണ് നമുക്ക് കയറാനുള്ള സോഫ്റ്റ്വെയറിന്റെ ഐക്കൺ. ഇതിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ലിങ്ക് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ലിങ്ക് നമുക്ക് അവിടെ പെർമനന്റ്ലി സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് നിങ്ങൾ കയറേണ്ട, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറേണ്ട ലിങ്ക്. അത് നിങ്ങൾക്ക് ഇവിടെ പെർമനന്റ്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏത് ലിങ്കാണ് ആവശ്യം അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. മിക്കവാറും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കയറേണ്ട ലൈവ് ഡാറ്റാബേസിന്റെ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് പരിചയം കിട്ടാൻ വേണ്ടി, സോഫ്റ്റ്വെയർ പരിചയം കിട്ടാനും എൻട്രീസ് പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ആയിരിക്കും ഈ ഇപ്പൊ തന്നേക്കുന്നത്. ചിലപ്പോൾ അവിടെ പെർമനന്റ് ആയിട്ട് കയറുന്നതിന്റെ ലിങ്ക് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഈ 1-ാം തീയതി വരെ അല്ലെങ്കിൽ 31-ാം തീയതി വരെ നിങ്ങളിപ്പോൾ ഈ ലൈവ് ടെസ്റ്റിംഗിലാണ് കയറേണ്ടത്. നിങ്ങൾ നോട്ട് പാഡിലും എല്ലാം കോപ്പി ചെയ്ത് വയ്ക്കുക, കോപ്പി പേസ്റ്റ് ചെയ്ത് കയറുക. 1-ാം തീയതി മുതൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈവ് പോകാനുള്ള ആ ലിങ്ക് അവിടെ വരുന്നില്ലെങ്കിൽ IT-യിൽ സപ്പോർട്ട് എടുക്കുക, അവരോട് അത് പെർമനന്റ്ലി വരുത്തി തരാൻ പറയുക. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള ലിങ്ക് എടുത്തു, അതുവഴി ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ വരുത്താൻ പോകുന്ന ഒരു തെറ്റ്, ഞാൻ ഈ ടിക്ക് കൊടുക്കുക എന്നുള്ള, ഈ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റും. അപ്പോൾ ടിക്ക് കൊടുക്കാൻ പാടില്ല. ഇതാണ്, ഇതിന് കുറച്ച് പോർഷൻസ് ഉണ്ട്, രണ്ടായിട്ട് തിരിച്ചു പറയാം. ഇതിൽ ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൗഡ് സെർവറിലേക്കുള്ള IP ആണ്. നിങ്ങൾക്ക് IP എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, DMSലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലതും നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ രണ്ടാമത്തെ പോർഷനാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇപ്പൊ സെയിൽസ് നിങ്ങളോട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു 3 കൊല്ലത്തിന് മുകളിലായിട്ട് സെയിൽസ് ERP-യിൽ വർക്കിംഗ് ആണ്. സെയിൽസ് മോഡ്യൂള് ERP-യിൽ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സർവീസ് വരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ലൈവിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടാമത് വരുന്ന പോർഷൻ പോർട്ട് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് സർവീസ് എന്നായിരിക്കും അവിടെ നിങ്ങൾക്ക് വരുന്നത്. ലൈവിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, എന്നാലും നിങ്ങളോട് ഞാൻ പറയുന്നു, ഇത് ആദ്യത്തേത് നിങ്ങൾ ക്ലൗഡിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ്. രണ്ടാമത് ക്ലൗഡിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഏത് പോർട്ടിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അങ്ങനെ 2 പോർഷൻ കൂടുന്നതാണ് നമുക്കിവിടെ സെർവർ അഡ്രസ്സ്. ഈ സെർവർ അഡ്രസ്സ് എന്താണോ അത് ഒന്നോടെ നമുക്ക് അടുത്ത ലെവലിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മിനിമം സെർവർ അഡ്രസ് ആണ്. ലൈവില് നിങ്ങൾ 1-ാം തീയതി തൊട്ട് ലൈവ് പോയി കഴിയുമ്പോൾ ഇവിടെ ഇത് പെർമനന്റ്ലി വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ IT സപ്പോർട്ടിൽ വിളിച്ച് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് വരുന്ന രണ്ടാമത്തെ സ്ക്രീനാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ലോഗിൻ ടു എ കമ്പനി എന്നുള്ള ഒരു ലിങ്ക് ആയിരിക്കും. ഈ ഭാഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ലോഗിൻ ടു അനദർ കമ്പനി. ഒരു മിനിറ്റ് കേട്ടോ, ഒരു ഇവിടെ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട കാര്യം, നമ്മൾ മുമ്പേ ഉപയോഗിച്ചിരുന്ന അതേ ലിങ്ക് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ലൈൻ വരുന്നത്, സെർവർ നെയിം. ഇതിനുശേഷം കമ്പനി വരും. ഇവിടെ നമ്മൾ ടെസ്റ്റ് ഡാറ്റാബേസിന്റെ കമ്പനി ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. PVS_PL_MS. ആരും അൺമ്യൂട്ട് ചെയ്യാനുണ്ട്, അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ.
ഇനി നിങ്ങൾക്ക് തന്നേക്കുന്ന യൂസർ നെയിം ഉണ്ട്, ടെസ്റ്റ് ചെയ്യാനാണ് തന്നേക്കുന്ന യൂസർ നെയിം ഏതാണോ നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക. ഞാൻ എൻ്റെ ലോഗിൻ ഞാനിവിടെ കൊടുക്കുകയാണ്. ഡോൺ ഡേവിസ് അൺമ്യൂട്ട് ചെയ്യാമോ? ഡോൺ ഡേവിസ് മ്യൂട്ടാക്കൂ, അൺമ്യൂട്ട് ആണ് ഇപ്പോ. നിങ്ങളോട് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ സ്ക്രീനിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കയറുന്നതെങ്കിൽ എന്തുപറ്റി സാറേ? ഞാൻ ഇപ്പൊ ട്രെയിനിങ് തുടങ്ങി. എന്തുപറ്റി? ചെയ്തു ഞാൻ ചെയ്തോണ്ടിരിക്കും ഓൾറെഡി. ഓക്കെ, ഇത് ഞാൻ ഇതിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആദ്യം നിങ്ങൾ കയറുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങളുടെ മെഷീനിൽ വിങ്സിൽ കയറുന്നത്. ലോഗിൻ ടു എ കമ്പനി, അനദർ കമ്പനി, ലോഗിൻ ടു എ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് വരും. സെർവർ നെയിം കൊടുക്കാൻ പറയും. നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന അതേ ലിങ്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 പോർഷൻ ഉണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു തന്ന അതേ ലിങ്ക്. അതിനുശേഷം നമ്മുടെ കമ്പനി ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കമ്പനി, നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ പോലെ ചിന്തിച്ചാൽ മതി. ഇതിനെ എല്ലാ ഫിനാൻഷ്യൽ ഇയർ മാറുന്നില്ല എങ്കിലും കമ്പനി എന്ന് പറയുന്നത് ഒരു പോർഷൻ അവിടെ കൊടുക്കാനുണ്ട്. PVSPL_live1.live1_ms. ഇത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നതാണിത്. ഈ ദിവസങ്ങളിൽ 30-ാം തീയതിയോടെ ഇത് മാറും. പുതിയൊരു കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ വേറെ ഷെയർ ചെയ്യും. നിങ്ങൾ കയറുന്നത് ലൈവ് സെർവറിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനാണ് കയറുന്നത്. ഇനി നിങ്ങൾക്ക് തന്നേക്കുന്ന യൂസർ നെയിം, ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള യൂസർ നെയിം ആയിരിക്കും തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ചിന് ടെസ്റ്റ് ചെയ്യാൻ തന്നേക്കുന്ന യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ കയറുക. ഇതിൽ ഡൗട്ട് വരാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആദ്യം നിങ്ങൾക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് ഫസ്റ്റ് നമ്മൾ കൊടുത്തു. രണ്ടാമത് കമ്പനി, ഈ കമ്പനി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. PVSPL_live1_ms. അത് കഴിഞ്ഞ് യൂസർ നെയിം കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, സബ്മിറ്റ് ചെയ്യുക. ഇനി ഞാൻ രണ്ടാമത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു സക്സസ്ഫുൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഈ കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് ഇടുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ കമ്പനി വന്നിട്ടുണ്ട്, PVSL_live1_ms എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. സോറി കേട്ടോ, മുമ്പ് പറഞ്ഞതിൽ ഒരു പി കൂടുതലായി പോയി. PVSL_live1_ms ആണ്. നിങ്ങൾ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന മെയിലിൽ അത് ഉണ്ടാവും കൃത്യമായിട്ട്. ഈ ലോഗിൻ പ്രോസസ്സ് ഏകദേശം 5 to 10 minutes വരെ എടുക്കാം. ഇതിൽ ഒരു പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ സെർവറിലെ ഒരു കുറച്ചധികം ഇൻഫർമേഷൻ ഈ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെഷീനിലേക്ക് ലോക്കലി കോപ്പി ചെയ്യുന്നുണ്ട്. അങ്ങനെ സെർവറിലെ ഡീറ്റെയിൽസ് ക്ലയന്റ് മെഷീനിൽ കോപ്പി ചെയ്ത് അതെടുത്ത് വർക്ക് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആ കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനെ ക്യാഷിംഗ് എന്നാണ് പറയുന്നത്. അതായത് എപ്പോഴും ചേഞ്ചസ് വരാത്ത കുറേ അധികം കാര്യങ്ങൾ ഇത് ഇവിടുന്ന് നമ്മുടെ മെഷീനിൽ ലോക്കലി കോപ്പി ചെയ്യും. അത് ഏകദേശം ഒരു 600 MB ഡേറ്റ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് ശരിക്കും നിങ്ങൾ ലഞ്ച് ബ്രേക്കിന് പോകുന്ന സമയത്ത് ഈ വിങ്സിൽ നിന്ന് ഔട്ട് ചെയ്ത് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലോഗിൻ ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും. കാര്യം ഈ ക്യാഷിങ് കുറച്ചുകൂടെ കറക്റ്റ് ആകാനും ഒക്കെ ആയിട്ട് ഒന്ന് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനെറ്റ് ഇടയ്ക്കെല്ലാം ബ്രേക്ക് വരിക, അല്ലെങ്കിൽ കൃത്യമായ ബാൻഡ്വിഡ്ത്ത് ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് ഇച്ചിരി തലവേദനകൾ വരും. അപ്പോൾ 2 കാര്യങ്ങൾ എപ്പോഴും ERP റിലേറ്റഡ് ഒരു എറർ വന്നാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ പക്കയാണോ എന്നുള്ള. ഇന്റർനെറ്റ് കണക്ഷൻ എന്തെങ്കിലും പറ്റിയോ, കണക്ഷൻ പോവുകയോ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില എററൊക്കെ മുമ്പോട്ട് വരും. പ്രത്യേകിച്ച് എൻഡ് പോയിന്റ്
എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ എററിൽ ആദ്യത്തെ ഒരു വാചകത്തിൽ എൻ പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേം ഉണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ബ്രേക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ എറർ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വരുന്ന മെസ്സേജ് മൈൻഡ് ചെയ്യണ്ട, ഓക്കെ കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് മെനു, ഇത് കൺവെൻഷണൽ മെനു എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു സൈഡിലും റിപ്പോർട്ട്സ് എല്ലാം അതർ സൈഡിലുമാണ് വരുന്നത്. നമുക്ക് ഇതിൽ തന്നെ മറ്റൊരു മെനുവും കൂടെ ഉണ്ട്, ടൈൽഡ് മെനു സിസ്റ്റം എന്ന് പറയും. കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു മെനു സിസ്റ്റം ഉണ്ട്. റൈറ്റ് സൈഡിലത്തെ ഡ്രോപ്പ് ഡൗൺ എടുക്കുക, വിങ് CRP ഓട്ടോ 4 വീലേഴ്സ്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡീഷണൽ മെനു ഇവിടെ വരും. ഇപ്പൊ ഈ മെനു വന്ന് ഇതിനെയാണ് നമ്മൾ ടൈൽഡ് മെനു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേണ്ട സർവീസ് ആണ് ഇന്നത്തെ അനുസരിച്ച് റെഗുലർ സർവീസിലേക്ക് പോവുക. ടോപ്പില് അതിനെ സംബന്ധിച്ച് അതിനെ ബന്ധപ്പെട്ട് അതിന്റെ തൊട്ട് താഴെ അടുത്ത മെനു സിസ്റ്റം വരുന്നത്. നമ്മളിപ്പം അടുത്ത ബോഡി ഷോപ്പ് എടുക്കുന്നതെങ്കിൽ ബോഡി ഷോപ്പിനെ സംബന്ധിച്ച സബ് മെനു സിസ്റ്റം ഇവിടെ വരും. ഇപ്പോൾ റെഗുലർ സർവീസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിൽ ആദ്യത്തേത് ജോബ് കാർഡാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ള, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, യൂസർ നെയിം, നിങ്ങൾ ഏത് യൂസറിലാണോ ലോഗിൻ ചെയ്തേക്കുന്നത് അത് ടോപ്പിൽ കാണിക്കും. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പം അവിടെ നിങ്ങളുടെ യൂസർ നെയിം ഏത് ബ്രാഞ്ചുമായിട്ടാണോ ടാഗ് ചെയ്തേക്കുന്നത് ആ ബ്രാഞ്ചിന്റെ ലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ബ്രാഞ്ചിനെ ഇവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ സർവീസ് ജോബ് കാർഡാണ് ക്ലിക്ക് ചെയ്തത്, ആ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബ്രാഞ്ച് ആ ബ്രാഞ്ച് കാണിക്കും. ഇപ്പൊ തൃശ്ശൂർ എന്നുള്ള ഒരാൾക്കാണ് TSR എന്നായിരിക്കും കിട്ടുന്നത്. ഇതാണ് ജോബ് കാർഡിന്റെ സ്ക്രീൻ. ഇനി ഞാൻ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം, ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ടൈൽഡ് മെനു സിസ്റ്റം എന്ന് പറഞ്ഞു, ഈ ടൈൽഡ് മെനു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ മെനു കിട്ടും. ഇനി നിങ്ങളെടുത്ത ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. മൂന്നാമത് കാണുന്ന ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്തേക്കുന്ന സ്ക്രീനുകളെല്ലാം ഇവിടെ കാണാം. ഇത് മെയിൻ മെനുവിലേക്ക് പോകും. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊന്ന് ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാണ്. ഇതിവിടെ ഐക്കൺ കാണിക്കുന്നു. അത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അടുത്ത സ്ക്രീന് ഇതായിരുന്നു. സെർവർ അഡ്രസ്സ് കൊടുത്തു. ഈ സെർവർ അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ അടുത്ത ടൈമിലും ഫസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത്. സെർവർ അഡ്രസ്സ് 2 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 പോർഷൻ ഞാൻ ഇവിടെ കാണിച്ചു. അതിൽ രണ്ടാമത്തെ പോർഷൻ ആദ്യത്തെ സെർവർ അഡ്രസ്സാണ്, ക്ലൗഡ് സെർവറിലേക്കുള്ള അഡ്രസ്സും രണ്ടാമത് അതിൻ്റെ പോർട്ടും ആണെന്ന് പറഞ്ഞു. നമ്മുടെ സെർവറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കയറേണ്ട ഏത് ഡോറ് അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളൊരു വീട്ടിൽ കയറിയാൽ അതിൽ ഏത് ഡോറിൽ കൂടെ കയറണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ് ഇത്. നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം ലൈവിലേക്ക് പോകുമ്പോൾ സർവീസ് ആയതുകൊണ്ട് നമ്മുടെ പോർട്ട് സർവീസ് ആയിരിക്കും. ഷോറൂംകാർക്ക് ഷോറൂം പോർട്ടുണ്ട്,
അക്കൗണ്ട്സുകാർക്ക് ഫിനാൻസ് പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയേണ്ടത് നമ്മുടെ പോർട്ട് ലൈവിൽ പോകുമ്പോൾ സർവീസ് ആയിരിക്കും. ഇവിടെ ടെസ്റ്റിങ്ങിന് ലൈവ് ടെസ്റ്റിംഗ് 1 എന്നാണ് നമ്മുടെ പോർട്ടിന്റെ പേര്. ടിക്ക് ചെയ്യരുത്. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് യൂസിങ് TCP എന്നുള്ള ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും, അത് മുമ്പോട്ട് പോകില്ല. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കയറുന്നെങ്കിൽ ലോഗിൻ ടു എ കമ്പനി എന്ന് പറഞ്ഞൊരു ബ്ലാങ്ക് ഇവിടെ ഒരു ലിങ്ക് മാത്രമേ കാണുള്ളൂ, ബാക്കി സ്ക്രീനിലെല്ലാം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ ലോഗിൻ ടു എ കമ്പനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ കാണിച്ച പോലെ തന്നെ സെർവർ നെയിം നമ്മളിവിടെ കൊടുത്ത ഈ സെർവർ അഡ്രസ്സ് തന്നെയാണ് സെർവർ നെയിമിലും കൊടുക്കേണ്ടത്. അതിനുശേഷം കമ്പനിയുടെ പേര് ഞാൻ PVSL_live1_ms ആണ്. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ ഒരു തെറ്റ് കാണിച്ചായിരുന്നു, അപ്പോൾ ശ്രദ്ധിക്കുക, PVSL_live1_ms ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് തന്നേക്കുന്ന യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് കോമൺ ആയിരിക്കും. നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റിംഗ് നല്ല കേട്ടോ, നിങ്ങൾക്ക് ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് അതിൽ ഒരു പരിചയം വരാൻ വേണ്ടി മാത്രമുള്ള യൂസർ നെയിം പാസ്വേഡ് ആണ് തരുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്തു നോക്കാം. ഇനി രണ്ടാമത് ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോഴായിരുന്നു മുമ്പ് കണ്ട പോലെ കണ്ട. ഇനി സെക്കൻഡ് ടൈം നിങ്ങൾ ലോഗിൻ ചെയ്ത് വരുമ്പം നിങ്ങൾ ലോഗിൻ ചെയ്ത കമ്പനി ഇവിടെ ഒരു ലിങ്ക് പോലെ കാണാം. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് പാസ്വേഡ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. യൂസർ നെയിം വരെ അവിടെ ഉണ്ടാവും, പാസ്വേഡ് മാത്രം ടൈപ്പ് ചെയ്താൽ മതിയാവും. ഇവിടെ ഇനി ഞാൻ ടൈൽഡ് മെനു സിസ്റ്റം എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. ലോഗിൻ പ്രോസസ്സ് ഒരു 5-10 മിനിറ്റ് വരെയൊക്കെ എടുക്കാം. ഒരു ക്യാഷിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സെർവറിൽ നിന്നുള്ള കുറേ ഡേറ്റ നമ്മുടെ ലോക്കൽ മെഷീനിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ആ ഓപ്പറേഷൻസ് ഫാസ്റ്റ് ആക്കാനാണ് ഈ ക്യാഷിംഗ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ERP-യിൽ നമ്മുടെ ഓരോ ബ്രാഞ്ചും ഒരു പ്രിഫിക്സ് വെച്ച് ടാഗ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 അക്ഷരം കൊണ്ട് അത് ഏത് ഡൊമൈനിലാണ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. SRM എന്ന് വെച്ചാൽ സർവീസ് മാരുതി. അതിനുശേഷമായിരിക്കും 3 ഡിജിറ്റ് കൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ പറയുന്നത്. SRM_TSR തൃശ്ശൂർ, SRM_CKY ചാലക്കുടി, SRM_TPR തൃപ്പയാർ. അങ്ങനെ ആ ഒരു നെയിമിംഗ് കൺവെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ ഇല്ല. സർവീസ് നെക്സ ആണെങ്കിൽ SRN_ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിൽസ് ആണെങ്കിൽ മാരുതിയുടെ, അതായത് നമ്മൾ അരീന എന്ന് പറയുന്നതിന് SLM എന്നാണ് ERP-യിൽ നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. നെക്സ ആണെങ്കിൽ SLN എന്നും. അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരികയല്ല. എന്നാലും നമ്മുടെ ബ്രാഞ്ചിൽ STA അടിക്കുന്ന സമയങ്ങളിലല്ല ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ SMB ഉണ്ട്, സർവീസ് മാരുതി ബോഡി ഷോപ്പ് ഉണ്ട്. വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്ന WRH ആയിരിക്കും. ഇതെല്ലാം സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ലൊക്കേഷൻസിന്റെ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതായത് സെയിൽസ് പ്രോഫിറ്റ് മാരുതി, SPC എന്നുള്ളതിന് പകരം നമ്മൾ SPM എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെർച്വൽ സെയിൽസ് മാരുതി, ചില ലൊക്കേഷൻ സെയിൽസിൽ വെർച്വൽ ലൊക്കേഷൻ ഉണ്ട്. അവിടെ ഒരു ഫിസിക്കൽ SPC ഒന്നും ഉണ്ടാവില്ല, എങ്കിലും ഒരു ലൊക്കേഷൻ അവിടെ ഒരു ടീം ലീഡർ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ VSM എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പം നേരിട്ട് ബന്ധം വരുന്നില്ല. WKM വർക്ക്ഷോപ്പ് കൂറ്റുകാരൻ മാരുതി. പിന്നെ മാരുതി ഡ്രൈവിംഗ് സ്കൂൾ MDS മാരുതി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ്. അതിനുശേഷം അതിന്റെ ലൊക്കേഷൻ വരും MDV മാരുതി ട്രൂ വാല്യൂ. ഇതാണ് നമ്മൾ ലോഗിൻ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ അടുത്ത നെക്സ്റ്റ് ഓപ്പറേഷനിലേക്ക് പോവാണ്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓപ്പറേഷൻസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാനും പറയാൻ പോകുന്നത് നമ്മുടെ ERP-യിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ DMS-ൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില കാര്യങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു കസ്റ്റമർ 2 രീതി നമ്മുടെ ലൊക്കേഷനിൽ വരാം. ഒന്ന് ഒരു SMR ആക്ടിവിറ്റി വഴി ഒരു അപ്പോയിന്റ്മെന്റിനുള്ള കസ്റ്റമർ, രണ്ടാമത്തെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വാക്ക് ഇൻ കസ്റ്റമർ ആയിരിക്കും. ഈ 2 രീതിയിൽ ഒരു കസ്റ്റമർ വരാം. ഒരു കസ്റ്റമർ വന്നാൽ നമ്മുടെ ലൊക്കേഷനിൽ വന്നാൽ നമ്മൾ ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യും. ഇനി ERP-യിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യുന്നത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ അതൊരു
അഡ്വൈസർ ആയിരിക്കും ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പം കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അത് ഫ്ലോറിൽ ഒരു സൂപ്പർവൈസറുടെ അടുത്തേക്ക് പോകാം. സൂപ്പർവൈസറുടെ അടുത്ത് പോകുന്നതിന് നമ്മൾ വർക്ക് അലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്ക്രീനിലേക്കാണ് ചെയ്യുന്നത്. വർക്ക് അലൊക്കേഷനിൽ ഏത് സൂപ്പർവൈസറാണ്, ഏത് സെറ്റ് ഓഫ് ബേസിലാണ് ഈ വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നിങ്ങളുടെ ഒരു ലൊക്കേഷനിൽ ഒരു ബേ 3 ലെവലിൽ വെക്കാം. ഒന്ന് നിങ്ങളുടെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ, നിങ്ങളവിടെ 1, 2, 3 ഇട്ടേക്കുന്നോ ABC ഇട്ടേക്കുന്ന ഒരു ബേ, ആ ബേ ഫിസിക്കൽ ബേ ആണ്. ആ ബേക്ക് ഇനി ഒരു പർപ്പസ് ഉണ്ട്, അതാണ് രണ്ടാമത്തെ ലെവൽ ക്ലാസിഫിക്കേഷൻ. അത് 2 ടെക് ബേ ആകാം, അതുപോലെ തന്നെ എക്സ്പ്രസ് ബേ ആകാം, ഒരു AC ടെസ്റ്റ് ചെയ്യാനുള്ള ബേ ആകാം, അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ ഒരു പർപ്പസിന് അനുസരിച്ച് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് രണ്ടാമത്തെ ലെവല്. മൂന്നാമത്തെ ലെവലാണ് ബേ റൂട്ട് എന്നാണ് ERP-യിൽ ഒരു ടൈം പറയുന്നത്. അതായത് ഒരു ടീമിനോ അല്ലെങ്കിൽ ഒരു പർപ്പസിനോ കൊടുക്കുന്ന ബേകളുടെ ഒരു കൂട്ടമാണ് ഒരു ബേ റൂട്ട്. അതായത് ടീം 1 കൊടുത്തേക്കുന്ന ബേ, ടീം 1 കൊടുത്തേക്കുന്ന ബേയില് അവർക്ക് ചിലപ്പോൾ ഒരു എക്സ്പ്രസ് ബേ ഉണ്ടായിരിക്കാം, ഒരു കോമൺ ബേ ഉണ്ടാകാം. മ്യൂട്ട് ചെയ്യാമോ അവിടെ? ആരാണ് അൺമ്യൂട്ട് ചെയ്തേക്കുന്നത്? ഹലോ, ഇതിനുശേഷം വർക്ക് ലൊക്കേഷൻ ചെയ്യുമ്പോൾ ബേയും കാര്യങ്ങളും എല്ലാം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടീമായിട്ടോ അല്ലെ പർപ്പസിനനുസരിച്ചോ നമ്മൾ ഒരു ബേയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ബേയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ലൊക്കേഷനിൽ കൊടുക്കുന്ന ബേ, ഏതൊക്കെ ബേയിൽ ആ വണ്ടി വർക്ക് ചെയ്യണം, അതുപോലെ ആരൊക്കെ ആയിരിക്കും ടെക്നീഷ്യൻ എന്നുള്ളതാണ് നമ്മൾ വർക്ക് ലൊക്കേഷനിൽ പറയുന്നത്. നമുക്ക് ഈ വർക്ക് ക്ലോഷർ വരെ നമുക്ക് ഈ ബേ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു 3 ബേ ആണ് ഈ വർക്കിന് വേണ്ടി പറഞ്ഞേക്കുന്നതെങ്കിൽ ആ ബേയിൽ കയറി ഇറങ്ങുന്നതിന് തടസ്സം ഉണ്ടാവില്ല. ഇനി നമ്മൾ ബേ ഇൻ ബേ ഔട്ട് ഓപ്പറേഷൻസ് ആണ് വർക്ക് അലൊക്കേഷന് ശേഷം. വർക്ക് അലോക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിലൊരു സ്പെയർ അല്ലെങ്കിൽ ഒരു ലേബറോ ഇഷ്യൂ ചെയ്യാനായിട്ട് ERP-യിൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വർക്ക് അലോക്കേറ്റ് ചെയ്യാതെ ഒരു കാർഡ് സ്പെയർസ് ചെന്ന് കഴിഞ്ഞാൽ അലൊക്കേഷൻ പെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു എറർ വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും. വർക്ക് അലൊക്കേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അതിലേക്ക് സ്പെയറും ലേബറും ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്തത് ബേ ഇൻ ബേ ഔട്ട് ആണ് ഇതിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു കാര്യം. ഇത് വർക്ക് അലൊക്കേഷൻ കഴിഞ്ഞാൽ ബേ ഇൻ ബേ ഔട്ട്, സ്പെയർ റിക്വസിഷൻ, ലേബർ ഇഷ്യൂ, ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ല, നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ വർക്ക് അലൊക്കേഷന് ശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് സ്പെയർ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ, ഈ സ്പെയർ റിക്വസിഷൻ ചെയ്യണമെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു ജോബ് കാർഡ് ഓപ്പൺ ആയാൽ വർക്ക് അലൊക്കേഷൻ ചെയ്യണം. അതിനൊപ്പം തന്നെ നമ്മൾ റീ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻ, റീ എസ്റ്റിമേറ്റ് സ്ക്രീനിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ലേബറോ ഒരു സ്പെയറോ ഇവിടെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ജോബ് കാർഡിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു ജോബ് ആഡ് ചെയ്യാം, അത് മാൻഡേറ്ററി ആണ്. ഒരു ജോബെങ്കിലും ഇല്ലാതെ ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുകയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൽ ഉപയോഗിക്കാൻ പോകുന്ന ഈ ജോബ് കാർഡിൽ ഈ വെഹിക്കിളിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന ലേബർ ആഡ് ചെയ്യാൻ പറ്റും, സ്പെയർ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ലേബറും സ്പെയറും ഒക്കെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ മാൻഡേറ്ററി ആയ കാര്യം ഒരു ജോബെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു ജോബ് 2 രീതിയിൽ വരാം. ഒന്നുകിൽ ഒരു കസ്റ്റമർ ഡിമാൻഡ് ചെയ്തതാകാം, അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസർ സജസ്റ്റ് ചെയ്താകാം. ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ജോബെങ്കിലും ഉണ്ടാകണം, എങ്കിലേ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ജോബ് കാർഡൊക്കെ ഓപ്പൺ ചെയ്ത് വർക്ക് അലൊക്കേഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ജോബ്, ഏതൊക്കെ ലേബർ ആണ് ഇത് പെർഫോം ചെയ്യേണ്ടത്, ഈ വണ്ടിയെ പെർഫോം ചെയ്യേണ്ടത് നമുക്കറിയാം. അങ്ങനെ വന്നാൽ റീ എസ്റ്റിമേറ്റിൽ പോവുക, നിങ്ങൾ ആ ജോബ് അവിടെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് DMS-ൽ അങ്ങനെ ഒരു തടസ്സമില്ലെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ ERP-യിൽ അതൊരു സ്റ്റേജ് ആണ്. റീ എസ്റ്റിമേറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഈ വണ്ടിയിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ റീ എസ്റ്റിമേറ്റിൽ ഒരു പാർട്ട് നമുക്ക് വേണമെങ്കിൽ ആ പാർട്ട് നമ്പർ റീ എസ്റ്റിമേറ്റ് ഓപ്പൺ ചെയ്യുക, ജോബ് കാർഡ് സെലക്ട് ചെയ്യുക, റീ എസ്റ്റിമേറ്റിൽ ജോബ് കാർഡ് സെലക്ട് ചെയ്ത് ആ പാർട്ട് ആഡ് ചെയ്യുക.
എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് പറയുക. റീ എസ്റ്റിമേറ്റിൽ എത്ര ക്വാണ്ടിറ്റി പറഞ്ഞു അതാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. റീ എസ്റ്റിമേറ്റിൽ നിങ്ങൾ ഒരു 5 പാർട്ട് ഒരു പാർട്ട് നമ്പർ കൊടുത്ത് 5 ക്വാണ്ടിറ്റി പറഞ്ഞെങ്കിൽ ആ 5 ക്വാണ്ടിറ്റി കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും വന്ന് റീ എസ്റ്റിമേറ്റിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റീ എസ്റ്റിമേറ്റിൽ കൊടുത്ത പാർട്സ് എത്രയാണ് പറഞ്ഞേക്കുന്നത്, സ്പെയർ റിക്വസിഷനിൽ വന്ന് അടുത്ത റീ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് നമ്പർ കൊടുത്ത് നമ്മൾ സേവ് ചെയ്താൽ അടുത്ത് സ്പെയർ റിക്വസിഷനിൽ വരണം. ആ സ്പെയർ റിക്വസിഷനിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി പറഞ്ഞോ അത് സ്പെയർ ഇഷ്യൂവിൽ നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടും. റീ എസ്റ്റിമേറ്റിൽ 5 പറഞ്ഞു, സ്പെയർ റിക്വസിഷനിൽ നിങ്ങൾ 4 ആയിട്ട് കുറച്ചെങ്കിൽ നിങ്ങൾക്ക് ഇനി 4 4 കുറവോ അല്ലെ താഴെയുള്ള ഒരു നമ്പറെ നമുക്ക് സ്പെയറിൽ ഇഷ്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ റീ എസ്റ്റിമേറ്റിൽ ഒരു ലേബർ നമ്മൾ ആഡ് ചെയ്തു, അത് നമ്മൾ ലേബർ പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ലേബറിന് ഇത്രയും മാനദണ്ഡങ്ങളില്ല, എന്നാലും ലേബർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ റീ എസ്റ്റിമേറ്റ് വഴി ആഡ് ചെയ്യണം, ലേബർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു വാറണ്ടി അല്ലെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഈ ലേബറോ സ്പെയറോ ഉണ്ടെങ്കിൽ അതിന് വാറണ്ടി ഓതറൈസേഷൻ ആവശ്യമാണ്. ഒരു സ്ക്രീനാണ് അത്, ആ ഓതറൈസേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് സ്പെയർ ഇഷ്യൂവിൽ ആ സ്പെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ രണ്ടിനും ലേബർ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പെയർ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പക്ഷേ ജോബ് കാർഡ് ക്ലോഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും പോസിബിൾ അല്ല. ജോബ് കാർഡ് ക്ലോഷർ റീ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ പരമാവധി കൃത്യതയോടെ ചെയ്യുക, റീ ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇതുപോലെ തന്നെ ഫൈനൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ട്. നിങ്ങളുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന സ്റ്റേജാണ് ഫൈനൽ ഇൻസ്പെക്ഷൻ. അതൊരു സ്റ്റേജ് മാത്രമാണ്, അതിന് വേറൊന്നുമില്ല. ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്യുക, സേവ് ചെയ്യുക. ജോബ് കാർഡ് ക്ലോഷറിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പ്രീ ഇൻവോയ്സിലേക്കാണ്. പ്രീ ഇൻവോയ്സിൽ എന്താണോ വാല്യൂ അതാണ് ഇൻവോയ്സിലേക്ക് വരുന്നത്. പ്രീ ഇൻവോയ്സ് ഒന്നിൽ കൂടുതൽ തവണ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് ന്യൂമറസ് ടൈം ആകാതെ നോക്കുക. ഒരു തവണ പ്രീ ഇൻവോയ്സ് എടുത്ത് നോക്കുക, അതിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്തണേ രണ്ടാമത് പ്രീ ഇൻവോയ്സിൽ എടുക്കുക, അത് കഴിഞ്ഞ് ഇൻവോയ്സിലേക്ക് പോവുക, അതിനുശേഷം ഗേറ്റ് പാസിലേക്ക് പോവുക. ഇനി ജോബ് കാർഡ് റീ ഓപ്പൺ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോബ് കാർഡ് റീ ഓപ്പൺ ചെയ്യേണ്ടി വന്നു, നമുക്ക് റീ എസ്റ്റിമേറ്റിൽ പോയി ഒരു പുതിയ പാർട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ മറ്റു വർക്കുകളൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ റീവർക്ക് അലോക്കേഷൻ ചെയ്ത് അടുത്ത ബേയെ സെലക്ട് ചെയ്യേണ്ട വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോകും. അതിനുശേഷം ഇതേ പ്രോസസ് തന്നെ റീ എസ്റ്റിമേറ്റിൽ നമുക്ക് പാർട്സും സ്പെയറും എല്ലാം നമുക്ക് ഇഷ്യൂ ചെയ്യാം. റീ എസ്റ്റിമേറ്റ് വഴി നമുക്ക് സ്പെയർ റിക്വസിഷൻ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ സ്പെയർ ഇഷ്യൂ, ലേബർ ഇഷ്യൂ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒന്ന് രണ്ടുപേര് വോളിയം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഞാൻ ഈ സ്റ്റേജ് ജസ്റ്റ് പറഞ്ഞു. ERP സർവീസ് ഫ്ലോ സിംപ്ലിഫൈഡ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. ഈ ജോബ് കാർഡിൽ നമ്മൾ ഈ ERP-യിൽ നമ്മൾ ഡേറ്റ ഫില്ല് ചെയ്യുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ ഓർക്കാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റാർ. ഈ ക്യാപ്ഷന്റെ കൂടെ സ്റ്റാർ, ഡേറ്റ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തു, അതിന്റെ എൻഡിൽ ഒരു സ്റ്റാർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ സ്റ്റാറും ഡേറ്റ മാൻഡേറ്ററി ആണ്. ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്ത് തന്നെ ബേസ് ചെയ്ത് ഫില്ലാവും. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഡേറ്റ ഇല്ലാതെ വന്നാൽ എറർ വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സ്റ്റാർ എൻഡ് ചെയ്തേക്കുന്ന ഐറ്റമോ
അല്ലെങ്കിൽ ബ്ലൂ കളറിൽ ഉള്ള ക്യാപ്ഷൻസ് ഉള്ള ഐറ്റം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ യെല്ലോ കളറിലുള്ള ടെക്സ്റ്റ് ബോക്സ്, ഇത് യെല്ലോ കളറിലാണ്, ഈ 3 ഐറ്റം ഫില്ല് ആകാതെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യുമ്പോൾ എറർ വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡാറ്റ ഈ 3 കാരണം ടൈപ്പിലുള്ള ക്യാപ്ഷൻസ് ഉള്ള ഐറ്റംസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് യെല്ലോ ആയിട്ടുള്ള നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ, ഫില്ലായിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ടാകാം, നമ്മൾ മറന്നുപോയതാകാം, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യാത്തതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഫില്ലാകാം. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഫില്ലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ ഫില്ലാകാതെ കിടപ്പുണ്ടെങ്കിൽ അതിന് എറർ വരാം. ഇപ്പൊ ഞാൻ അതിന്റെ ഫ്ലോ, നമ്മുടെ ERP-യിൽ ഒരു കോമൺ ഫ്ലോ എങ്ങനെയാണ് നമ്മൾ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇൻവോയ്സ് ചെയ്യുന്നവരെ എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചത്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ജോബ് കാർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. ഒരു സർവീസ് ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നത്, ജോബ് കാർഡിന്റെ കീഴിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സർവീസ് ജോബ് കാർഡ്. ഇവിടെ നമ്മൾ മുമ്പേ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ മെനുവിലേക്ക് വരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ് മെനൂസ് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ ഓൾറെഡി സർവീസ് ജോബ് കാർഡ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ട്രിവാൻഡ്രം സർവീസ് ലൊക്കേഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്റ്റാർ ഇട്ടേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഫില്ലായിരിക്കണം. ഇവിടെ എല്ലാ ബോക്സസ് ഫില്ലായിട്ടില്ല. നമ്മളിവിടെ നടത്തുന്ന സെലക്ഷൻസിനനുസരിച്ച് മാത്രമേ ഇവിടെ സെലക്ട് ആവുള്ളൂ. ഞാനിവിടെ രജിസ്ട്രേഷൻ നമ്പർ ചെക്ക് ചെയ്ത് കൊടുത്തു, ഞാൻ ഗോ കൊടുത്തു. നിങ്ങൾ ഫുൾ കൊടുക്കണമെന്നില്ല, അവസാനത്തെ 4 നമ്പർ കൊടുത്താലും മതിയാവും. ഇനി രണ്ടാമത് ചേസസ് നമ്പർ, രജിസ്റ്റർ നമ്പർ അല്ല, ചേസസ് നമ്പർ, കസ്റ്റമറുടെ പേര്, മൊബൈൽ നമ്പർ, ഇതെല്ലാം വെച്ച് നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. പെൻഡിങ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മളൊരു ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി പെൻഡിങ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ മൊത്തം ലിസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ SMRന്റെ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓപ്ഷൻസ് വെച്ച് ഞാൻ ഒരു വെഹിക്കിൾ രജിസ്റ്റർ നമ്പറിന് 4 ലക്ഷം കൊടുത്ത് സെർച്ച് ചെയ്യാണ്. SMR ആക്ടിവിറ്റി പെടാത്ത ഒരു വെഹിക്കിളാണ്. വെഹിക്കിൾ ഹാവ് നോ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഇവിടെ നിങ്ങളോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനിയും ഫില്ലാകാത്ത ബോക്സുകളുണ്ട്. പ്രൈസ് ലിസ്റ്റ്, ഒരു അൺമ്യൂട്ട് ചെയ്യാമോ രാംപ്രസാദ്? മ്യൂട്ട് ചെയ്യാമോ രാംപ്രസാദ് എന്ന് പറഞ്ഞ ഇവിടെ സർവീസ് പ്രൈസ് ലിസ്റ്റ് എനിക്ക് എൻ്റെ യൂസറിന് എല്ലാ ലൊക്കേഷനും ആക്സസ് ഉള്ളതുകൊണ്ട്, ടെസ്റ്റ് ഡാറ്റാബേസ് ആയതുകൊണ്ടും പ്രൈസ് ലിസ്റ്റ് ഇവിടെ വരേണ്ട B ആയിരുന്നു. B എനിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ യൂസറിനെ ഏത് ബ്രാഞ്ചിലാണോ ടാഗ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിരിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഇതിൽ നമ്മൾ ചൂസ് ചെയ്ത വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഈ വെഹിക്കിളിന്റെ ഡീറ്റെയിൽസിൽ ചില കാര്യങ്ങളുണ്ട്. ചേസസ് നമ്പർ ഉണ്ട്, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, എൻജിൻ നമ്പർ ഉണ്ട്. ഇത് വേരിയന്റ് ആണ്, അത് കളറ്, സെയിൽ ഡേറ്റ്, ഏത് ഡേറ്റിൽ സെല്ല് ചെയ്താൽ വേണ്ടി സോൾഡ് ഡേറ്റ് ആണ് ഇവിടെ വരുന്നത്. സോൾഡ് ബൈ അതർ ഡീലർ ആണെങ്കിൽ അത് ഏത് ബ്രാഞ്ചാണ്, ഏത് കോ ഡീലറാണ്. ഇതിന്റെ സർവീസ് കാറ്റഗറി നിങ്ങൾക്ക് അറിയാം. ഈ സെലേറിയോയുടെ സർവീസ് കാറ്റഗറി പെട്രോൾ ആണ്. AVH 310 വരുന്നത്, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സർവീസ് കാറ്റഗറി ഇമ്പോർട്ടൻ്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ലേബറിന്റെ എമൗണ്ടുകൾ സിസ്റ്റത്തിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്. അപ്പം ഇത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലേബർ മൊത്തം തെറ്റിപ്പോവും. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി ഡീറ്റെയിൽസ് ഫീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, തന്നിട്ടുണ്ട്. അതുപോലെ ടയർ ഡീറ്റെയിൽസ് ഓരോ 2 ടയറിന്റെ ഫ്രണ്ട് ടയർ, ബാക്ക് ടയർ, സ്റ്റെപ്പിന്, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം. സീരിയൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയുള്ളത് കസ്റ്റമറിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ആണ്. കസ്റ്റമറിന്റെ പേര്, മൊബൈൽ നമ്പർ, ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ അൺഅപ്രൂവ്ഡ് ഫിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ പോയിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ERP-യിൽ എപ്പോഴും ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ആദ്യം അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് ബോക്സിന്റെ ഇങ്ങേ മൂലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു അറ്റത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഡ്രോപ്പ് ഡൗൺ കിട്ടും. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വ്യത്യാസമില്ല. ഈ മൂലയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ വന്നു. അതിൻ്റെ അത് നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. ഇവിടെ ഒരു yes or no ആണ് വേണ്ടത്. യെസ്, ഇല്ലെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ റെഡ് വന്ന അതിന്റെ അർത്ഥം ഇൻകംപ്ലീറ്റ് എന്നുള്ളതാണ്. ഈ റെഡ് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. ഇപ്പൊ ഇത് സേവ് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്താൽ ഈ റെഡിൽ കൊണ്ടുവന്ന് മൗസ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എന്താണ് എറർ, എന്തുകൊണ്ടാണ് എറർ എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വരും. ഈ ഫീൽഡ് മാൻഡേറ്ററി ആണ്, അത് ഫില്ല് ചെയ്തിട്ടില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണിത്, ഈ സർവീസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമ്മളൊരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ഭാഗമാണിത്. ഒന്ന്, മാനുവൽ ജോബ് കാർഡ് നമ്പർ. നമ്മൾ ആദ്യം നമ്മുടെ കൺസെപ്റ്റിൽ നമ്മൾ ആദ്യം ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നത് DMS-ലായിരിക്കും ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ DMS-ൽ ഓപ്പൺ ചെയ്ത ജോബ് കാർഡ് ആ DMS ജോബ് കാർഡിന്റെ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കറിയാം JC എന്ന് പറഞ്ഞത് മാനുവൽ ജോബ് കാർഡ് നമ്പർ DMS ജോബ് കാർഡ് നമ്പർ. അപ്പൊ അത് JC എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും 200 ഒരു നമ്പർ ആയിരിക്കും. ഈ നമ്പർ ഇവിടെ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് DMS ഡീറ്റെയിൽസ് ERP ഡീറ്റെയിൽസ് നമുക്ക് ഇത് തമ്മിൽ ചെക്ക് ചെയ്യേണ്ട വരുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അതിന് യൂസ് ചെയ്യാനാണ് DMS ജോബ് കാർഡ് നമ്പർ ഇവിടെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്, സർവീസിന് മിക്കവാറും ആ ദിവസം തന്നെയായിരിക്കും. എക്സ്പെക്റ്റഡ് ടൈം, ടൈപ്പ് ഓഫ് സർവീസ്. ഈ 2 തരം സർവീസാണ് നമുക്ക്, ഫ്രീ അല്ലെ പെയ്ഡ്. ഈ AMC നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അത് വിട്ടേക്കാം. ഫ്രീ ആകാം അല്ലെങ്കിൽ പെയ്ഡ് ആകാം. ഫ്രീയിൽ നമുക്ക് ഫ്രീ ടൈപ്പുകൾ 6 എണ്ണം വരുന്നത്. ഫസ്റ്റ് ഫ്രീ സർവീസ്, സെക്കൻഡ് ഫ്രീ സർവീസ്, തേർഡ് ഫ്രീ സർവീസ്, പിന്നെ ട്രൂ വാല്യൂ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ്. ഇതാണ് നമ്മൾ ഫ്രീ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് പെയ്ഡ് സർവീസ് ആണെങ്കിൽ, ഈ ഫ്രീ മാറ്റി ഇത് പെയ്ഡ് ആവുകയാണെങ്കിൽ ഇവിടെ കുറെ വർക്കുകൾ കിടപ്പുണ്ട്. ആക്സസറീസ് ഫിറ്റ്മെന്റ്, ബിഫോർ ഡെലിവറി വർക്ക്, MOS, PMS എല്ലാ വർക്കുകളും തന്നെ എനിക്കും 3 ഇയർ വർക്കുകൾ, 25 ഇയർ വർക്കുകൾ നമ്മളിവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കുക. റിപ്പീറ്റ് ജോബ് ആണെങ്കിൽ, ട്രാഫിക് ഡാമേജ് ആണെങ്കിൽ അതെല്ലാം, ട്രൂ വാല്യൂ റീഫർബിഷ്മെന്റ്, വാഷിംഗ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസിൽ എടുക്കുക. ഞാനിവിടെ റണ്ണിങ് റിപ്പയർ ആണ് ജോബ് എടുത്തേക്കുന്നത്. ഇനി സർവീസ് അഡ്വൈസർ ആരാണ് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബ്രാഞ്ചിന്റെ അഡ്വൈസർ അവിടെ ലിസ്റ്റിലുണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് അത് ERP എന്നുള്ള ഇവിടുന്ന് മെയിൽ വരും, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന അനുസരിച്ച്
ആ സർവീസ് അഡ്വൈസറുടെ ഡീറ്റെയിൽസ് അവിടെ സെലക്ടബിൾ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും വരില്ല, ടെസ്റ്റ് അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞേ വരുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് റീഡിംഗ് ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് ഓഡോമീറ്റർ റീഡിംഗ് എത്രയാണെന്ന് കാണിക്കാം. ക്യൂ ലെവൽ വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് സർവീസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്താൽ വരുന്നത്. റണ്ണിങ് റിപ്ലയർ ആയതുകൊണ്ട് നെക്സ്റ്റ് സർവീസ് ആണെങ്കിൽ വാഷിംഗിനാണ് കാണിച്ചേക്കുന്നത്. ഇനി സജസ്റ്റഡ് ജോബ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പം മസ്റ്റായിട്ട് ഒരു ജോബ്, സജസ്റ്റഡ് ജോബോ ഒരു കസ്റ്റമർ ഡിമാൻഡഡ് ജോബോ അവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഞാൻ സൈഡ് ബൈ സൈഡ് ആയിട്ട് എന്റെ മൊബൈലിൽ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കേൾക്കാൻ ബുദ്ധിമുട്ടോ ഞാൻ കാണിക്കുമ്പോൾ വിഷൻ വരാത്തതുകൊണ്ടെന്ന് അറിയാം. പക്ഷെ അത് എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു. ഒന്നുകൊണ്ട് പേര് സൗണ്ട് വളരെ കുറവാണെന്നുള്ള രീതിയിൽ എനിക്കൊരു ഇത് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു, ഒന്നിലൊരു സജസ്റ്റഡ് ജോബ് ഉണ്ടാകണം. ഞാനൊരു ജോബ് എടുത്തു, സജസ്റ്റഡ് ജോബ് എടുത്തു. റണ്ണിങ് റിപ്പയർ ആണ് കൊടുത്തിരുന്നത്. ഇനി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു ജോബ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ പറയുക. അപ്പം നമ്മൾ അതിനൊരു റീസൺ കൊടുക്കണം. സർവീസ് അഡ്വൈസറുടെ ഒരു കമന്റ് കൊടുക്കണം. ഒരു സർവീസ് അഡ്വൈസറുടെ കമന്റ് വേണം. ഞാൻ പറഞ്ഞത് ഓർക്കുക, ഒരു ജോബ്, ഒരു സജസ്റ്റഡ് ജോബോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഡിമാൻഡഡ് ജോബോ ഇല്ലാതെ ജോബ് കാർഡ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, സേവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ വെഹിക്കിളിന് നമ്മൾ മുമ്പ് ചെയ്ത ഒരു ജോബ് പെൻഡിങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. മുമ്പേ വന്നെങ്കിലും നമ്മൾ ചെയ്യാത്ത ഒരു ജോബുണ്ട് ഇവിടെ. അത് അതിനോടെ സംബന്ധിച്ച് എന്തെങ്കിലും നമ്മൾ അപ്രൂവ് ചെയ്യേണ്ടത് അപ്രൂവ് ചെയ്യുക, റിജക്ട് ചെയ്യേണ്ടത് റിജക്ട് ചെയ്യുക. എങ്കിലേ ആ റെഡ് മാറുള്ളൂ, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പ്രീപെയ്ഡ് സർവീസ് കോൺട്രാക്ട് ഡീറ്റെയിൽസ്. നമ്മൾ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ MCP ഉള്ള വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ ആ ഡീറ്റെയിൽസ് ഇവിടെ ഫർണിഷ് ചെയ്യണം. നിങ്ങളപ്പോൾ ഞാൻ പറഞ്ഞു DMS ജോബ് കാർഡാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് എന്ന്. DMS ജോബ് കാർഡ് ആദ്യം ഓപ്പൺ ചെയ്യുമ്പം അതിൽ പ്രിന്റ് ഔട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വെഹിക്കിൾ ആണെങ്കിൽ, MCP ഉള്ള വെഹിക്കിൾ ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണിക്കും. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുക, ആ MCP ഉള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ERP-യിൽ ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് അത് ചെക്ക് ചെയ്ത് കണ്ടെത്തിയാൽ നിങ്ങൾ MCP ആഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് MCP ടാഗ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് ജോബ് കാർഡ് ഓപ്പൺ ചെയ്യാനുള്ളൂ. ഇല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ ജോബ് കാർഡിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ DMS-ൽ MCP-ൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു സാധനം ERP-ൽ അതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരികയല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് DMS-ൽ നിങ്ങൾ ഒരു ഐറ്റം MCP-ൽ ഇഷ്യൂ ചെയ്യുന്നു, അതിന് ശേഷം നിങ്ങൾ ERP വന്ന് ഇഷ്യൂ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ MCP കൃത്യമായിട്ട് ടാഗഡ് അല്ല. അപ്പോൾ നിങ്ങൾ DMS ജോബ് കാർഡിൽ നിന്ന് MCP ഉണ്ടെങ്കിൽ നമ്മൾ ഈ ERP ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ MCP ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യണം. എന്നിട്ട് റീഎസ്റ്റിമേറ്റിലേക്കൊക്കെ പോയി നമ്മൾ MCP ആയിട്ട് ഐറ്റം അല്ലെങ്കിൽ ലേബർ ഇഷ്യൂ ചെയ്യാൻ നോക്കുമ്പോൾ അതിന് പറ്റണമെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഈ പ്രീപെയ്ഡ് സർവീസ് കോൺട്രാക്ട് ഡീറ്റെയിൽസ് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. ഇത് കൃത്യമാണോ എന്ന് രണ്ടിലും DMS-ലും ERP-ലും DMS-ൽ MCP ഉണ്ടെങ്കിൽ ERP-ൽ PSC അതിന് ഒപ്പം ഉണ്ടാകണം. അപ്പോൾ ഈ ഭാഗം കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലേബർ വേണമെങ്കിൽ ഇവിടെ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലേബറും അതുപോലെ പാർട്സും പറയാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ലേബർ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പാർട്സോ ലേബറോ ഒന്നും സ്പെസിഫൈ ചെയ്യാറില്ല.
അങ്ങനെ വേണമെങ്കിൽ നമ്മൾ അത് ഇവിടെ പറയാം. അത് റീഎസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ അടുത്ത ഓപ്ഷനിൽ പോയി ചെയ്യാവുന്നതാണ്. ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണും. മാൻഡേറ്ററി അല്ല ഇത്, എന്നാലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്നെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. ഇനി വരാൻ പോകുന്ന വാറണ്ടി ഡീറ്റെയിൽസ് ആണ്. നമുക്കറിയാം നമ്മുടെ മാരുതി വെഹിക്കിൾസിന് 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കൊല്ലം ഒരു വാറണ്ടി ഉണ്ട്. അതെല്ലാ വെഹിക്കിളിനും ERP-യിൽ അതുപോലെ അപ്ഡേറ്റഡ് ആയിരിക്കും. എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇവിടെ ചെക്ക് ചെയ്യുക. അത് ഇവിടെ കാണിക്കുന്നില്ല, എക്സ്റ്റൻഡഡ് വാറണ്ടി ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ജോബ് കാർഡിൽ എപ്പോഴെങ്കിലും എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു പാർട്സ് അല്ലെങ്കിൽ ഒരു ലേബർ ഇഷ്യൂ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് അതും നമുക്ക് അത് ഫർണിഷ് ചെയ്യണം. അപ്പോൾ ഇനി വരുന്നത് റീകോൾ ഡീറ്റെയിൽസാണ്. നമ്മൾ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ റീകോൾ ലിസ്റ്റിൽ പെട്ട ഒരു വെഹിക്കിൾ ആണെങ്കിൽ ഇത് നമുക്ക് അതിനൊരു മെസ്സേജ് വരും. നിങ്ങൾ ഈ റീകോൾ ഡീറ്റെയിൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കുലർ ഡേറ്റും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ വരും. അതിനനുസരിച്ച് ആ സർക്കുലറിലുള്ള ലേബറും സർക്കുലറിലുള്ള പാർട്സും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, എല്ലാവരും വിട്ടുപോകുന്നതായിട്ട് എറർ വരുന്നൊരു സാധനമാണ് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ടൈപ്പ്. ഇവിടെ ഒരു ചെക്ക് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ചെക്ക് ലിസ്റ്റാണ് ഇവിടെ വന്നേക്കുന്നത്. ഈ ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ ഐറ്റം കിട്ടിയേക്കുന്ന ഐറ്റം എല്ലാം നിങ്ങൾ ടിക്ക് ചെയ്യുക, കിട്ടാത്ത ഐറ്റം ചെയ്യുക. വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് 2 പേര് ചാറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അവിടുത്തെ എനിക്ക് ഭൂരിഭാഗം പേർക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബ്രേക്ക് വരുന്ന വല്ലതും ഉണ്ടോ? നിങ്ങളുടെ അവിടുത്തെ കണക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാമോ? വോളിയനിൽ 2 പേര് 2 സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സംശയമുണ്ട് നിങ്ങളുടെ അവിടുത്തെ ഇന്റർനെറ്റിന്റെ പ്രശ്നമാണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചുകൂടെ ക്ലോസർ ആയിട്ടാണ് നിൽക്കുന്നത്, മൈക്കിന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ അടുത്ത് വന്നാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അവിടുത്തെ മൗസ് നന്നായിട്ട് മൈക്രോഫോൺ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടുത്തെ എന്തെങ്കിലും കണക്ടിവിറ്റിയുടെ ഇഷ്യൂ ആയിരിക്കും, ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെക്ക് കോഡ് കൊടുക്കുക. ഒറ്റയടിക്ക് ഇതെല്ലാം ചെക്കാവും. എന്നിട്ട് ഏത് കൂടിയ ഭാഗത്ത് ഏതാണോ നിൽക്കുന്നത് അതിലേക്ക് നിങ്ങൾ ഇത് കൊടുക്കുക. എന്നിട്ട് അല്ലാത്തതിനെ മാത്രം മാറ്റി കൊടുക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് കോഡ് പോസിബിൾ ആണ്. അതിൽ കൂടുതൽ വരുന്നത് വർക്കിംഗ് ആണെങ്കിൽ വർക്കിംഗ് കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചെക്ക് കോഡ് കൊടുക്കുക. അല്ലെ കൂടുതൽ അതുപോലെ അൺചെക്ക് കോഡ് കൊടുക്കാൻ പറ്റും. കൂടുതൽ സാധനം കിടക്കുന്ന നോട്ട് വർക്കിങ്ങിലാണെങ്കിൽ അവിടെ ചെക്ക് കോഡ് കൊടുക്കുക. എന്നിട്ട് മാറ്റം വരുത്തേണ്ട മാത്രം ചെയ്യുക. ഇനി ടെസ്റ്റ് ഡ്രൈവ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് ഡേറ്റ്, സ്റ്റാർട്ട് ടൈം, കിലോമീറ്ററിൽ എത്ര കിലോമീറ്റർ ആയിരുന്നപ്പോഴാണ് ചെയ്ത്, അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന കിലോമീറ്റർ, റോഡ് ടെസ്റ്റ് ഫൈൻഡിങ്സ് വേണമെങ്കിൽ അതിവിടെ ഇടാം. പിന്നെ കസ്റ്റമർ ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ്, പിക്കപ്പ് ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രൈവറിനെ പിക്കപ്പ് ചെയ്യാം, ഏത് ഡേറ്റ്, ഏത് ടൈം, അതുപോലെ എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത്, പിക്കപ്പ് അഡ്രസ് എന്താണ്, ഇതെല്ലാം നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്തതിൻ്റെ എല്ലാ സമ്മറി എല്ലാ സ്ക്രീനിലും ERP-യിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് സമ്മറി ഒന്ന് ചെക്ക് ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട്. കാര്യം നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് വന്ന ഒരു എററിനെ നമുക്ക് പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇവിടെ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ വെഹിക്കിളിൽ എത്ര ലേബർ, എത്ര സ്പെയർ, എത്ര കോസ്റ്റ് എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് ഉറപ്പാക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പല എററുകളും സോൾവ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ എററുകളെ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സമ്മറി എടുത്തു. ഇത്രയും കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ ജോബ് കാർഡ് നമുക്ക് സേവ് ചെയ്യാം. ഈ ജോബ് കാർഡിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജോബ് കൊടുക്കുക, അതുപോലെ തന്നെ സർവീസ് ഡീറ്റെയിൽസിൽ നമ്മുടെ മാനുവൽ ജോബ് കാർഡ്, DMS ജോബ് കാർഡ് നമ്പർ കൊടുക്കുക, അതുപോലെ ടൈപ്പ് ഓഫ് സർവീസും, സർവീസ് ടൈപ്പ്, ഓഡോമീറ്റർ റീഡിങ്, സർവീസ് അഡ്വൈസർ ആരാ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക്
ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ജോബ് മാൻഡേറ്ററി ആണ്, ഇതെല്ലാം ഫില്ല് ചെയ്യുക. ഇതുപോലെ തന്നെ കസ്റ്റമർ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ കസ്റ്റമർ ഡീറ്റെയിൽസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കസ്റ്റമറിന്റെ പേര് മാത്രമല്ല ഉള്ള ഇവിടെ ഒരു അനുബന്ധമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഇതാണ് ഈ കസ്റ്റമറിന്റെ ലെഡ്ജർ. അതായത് ഒരു ഈ ആപ്ലിക്കേഷൻ അക്കൗണ്ടിങ്ങിലേക്ക് ഉള്ള അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഈ കസ്റ്റമറിന്റെ ഒരു ലെഡ്ജർ ഇവിടെയുണ്ട്. ആ ലെഡ്ജറിന്റെ നമ്പറാണ് ഈ കാണുന്നത്. നമ്മളൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അയാൾക്ക് ഒരു ലെഡ്ജർ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ നിതിൻ പോൾ എന്ന് പറഞ്ഞ കസ്റ്റമറിന്റെ ലെഡ്ജർ നമ്പറാണ് 155667. 155667. ഇപ്പൊ ഇതിന് അക്കൗണ്ട്സുകാർക്ക് അറിയാം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ലെഡ്ജറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അയാളുടെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് സേവ് ചെയ്യാൻ പോവുകയാണ്. മ്യൂട്ട് ചെയ്യാമോ? ഏതോ ഒരെണ്ണം ഓപ്പൺ ആണ്. ഇതൊരു ടെസ്റ്റ് ഡാറ്റാബേസ് ആണ്. ഇതിനകത്ത് റിപ്പോർട്ടുകളോ ഫോർമാറ്റുകളൊന്നും കറക്റ്റ് അല്ല. അപ്പം നിങ്ങൾ ഇവിടെ ഒരു ജോബ് കാർഡ് റൈസ് ആയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാം. അത് നന്നായി ഫോർമാറ്റ് കൃത്യമാണെന്നില്ല എങ്കിലും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ DMS-ഉമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത്. ഇവിടെ ശ്രദ്ധിക്കുക. ഇതെല്ലാം ടാബ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ ടാബ് ആ ടാബ് ഇപ്പൊ ടാബിന്റെ നെയിം പറഞ്ഞിട്ട് പറയും സർവീസ് ഡീറ്റെയിൽസ് ടാബ് എടുത്തോ അല്ലെങ്കിൽ സമ്മറി ടാബ് നോക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ടാബുകളിലാണ് കാര്യം കിടക്കുന്നത്. DMS-ഉമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. ഈ ടാബുകളിലാണ് ഓരോരോ ഡീറ്റെയിൽസ് ഇട്ടേക്കുന്നത്. ഈ ടാബുകളിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകാനുള്ള ഒരു കുഞ്ഞ് ആരോ ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾ പോയി നോക്കേണ്ട വരും. നിങ്ങൾ വിചാരിക്കും വളരെയധികം ടാബുകൾ ഉണ്ടെന്ന്, പക്ഷേ ഈ ടാബുകൾക്കെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ ടാബുകൾ എന്നാന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ട മിനിമം ടാബുകളെല്ലാം ആദ്യം തന്നെ അനലൈസ് ചെയ്ത് വെക്കുക, റിയലൈസ് ചെയ്യുക. ഇതിൽ ഏതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ്? വെഹിക്കിൾ ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണോ? കസ്റ്റമർ ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വരുന്ന സർവീസ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് തുടങ്ങേണ്ട വരുന്നത്. ഇപ്പൊ നമ്മളൊരു ജോബ് കാർഡ് ഓപ്പൺ ആയി. ഈ ജോബ് കാർഡ് ഓപ്പൺ ആയി. നിങ്ങൾക്ക് ജോബ് കാർഡ് ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സിസ്റ്റിംഗ് വെഹിക്കിൾ ആയിരുന്നു. ഈ വെഹിക്കിൾ നമ്മുടെ ഡേറ്റാബേസിലുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു നമ്മൾ ഒരു 4 വർഷത്തോളം ആയി നമ്മുടെ സെയിൽസ് ഡീറ്റെയിൽസ് റണ്ണിങ് ആണ് ERP-യിൽ. അതുകൊണ്ട് നമ്മുടെ സെയിൽസ് ചെയ്യുന്നുള്ള വണ്ടികളെല്ലാം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊക്കെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറെ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് പുറകിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ പെടാത്ത വണ്ടികൾ വരും. അതായത് ഔട്ട്സൈഡ് കസ്റ്റമറിന്റെ അടുത്തുനിന്നോ അല്ലെ മറ്റു കാരണങ്ങൾ കൊണ്ടോ ERP-യിൽ ഇല്ലാത്ത വണ്ടികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളെ കസ്റ്റമർ ERP-യിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സോഫ്റ്റ്വെയർ നമ്മുടെ പോപ്പുലറിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നിങ്ങൾ DMS പോലെ എല്ലാ വെഹിക്കിളും എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാകണമെന്നില്ല. ഒരു അതർ ഡീലറിന്റെ അടുത്തുനിന്ന് വരുന്ന വെഹിക്കിളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ ഓൾറെഡി മ്യൂട്ട് ചെയ്യാമോ? അതാരാണ്? ഇനി ചില ഘട്ടങ്ങളിൽ നമ്മുടെ ചില വെഹിക്കിൾസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാബേസിൽ ആ വെഹിക്കിൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു വെഹിക്കിൾ വന്നാൽ നിങ്ങൾ എപ്പോഴും ഒരു വെഹിക്കിളിനെ സെർച്ച് ചെയ്ത് 2 രീതിയിൽ എങ്കിലും മിനിമം ചെക്ക് ചെയ്തിട്ട് ആ വെഹിക്കിൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ അല്ല എന്നുള്ളത് കൺഫേം ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, 1 രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, 2 ചേസിസ് നമ്പർ ഉണ്ട്.
ഈ രജിസ്ട്രേഷൻ നമ്പറും ചേസസ് നമ്പറും വഴി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ വന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ആ വെഹിക്കിൾ ഇല്ല എന്നുള്ളത് ചിന്തിക്കാം. ചേസസ് നമ്പറിൽ നമുക്ക് അവസാനത്തെ 6 ഡിജിറ്റ് മതിയാവും. പക്ഷെ സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞേ. ചേസസ് നമ്പറിൽ 5678 എന്ന് പറയുന്ന നമ്പറുള്ള എല്ലാ ചേസസും ഇവിടെ ലിസ്റ്റാണ്. അപ്പം നമുക്ക് ചേസസ് നമ്പർ വഴി, രജിസ്ട്രേഷൻ നമ്പർ വഴി, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ പേര് വഴി അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിതിൻ എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത്. ഇനി പറഞ്ഞ മൊബൈൽ നമ്പർ വഴി, കസ്റ്റമർ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ ഡീറ്റെയിൽസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതൊരു ടെസ്റ്റ് ഡാറ്റാബേസ് ആണ്. നമ്മുടെ ലൈവ് ഡാറ്റാബേസ് ഫുൾ കോൺഫിഗേർഡ് ആണ്, ഫുൾ കറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. ഈ ഡാറ്റാബേസ് മെയിൻലി ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. പുതിയൊരു റിലീസ്, പുതിയ സോഫ്റ്റ്വെയറിന് ഒരു പുതിയ വേഷം വരുമ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഇടാനും ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുകയൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതേ ഡാറ്റാബേസ് ആണ് തന്നേക്കുന്നത്. നിങ്ങൾ ലൈവിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ കണ്ടിട്ട് അത് ഇത് തെറ്റാണല്ലോ എന്ന് പറയണ്ട. ലൈവിൽ ഇതുണ്ട്. ലൈവിൽ നമ്മളിത് റണ്ണിങ് ആണ്. നമ്മൾ ഏകദേശം 4 മാസം കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഈ 4 മാസമായിട്ട് ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ലൈവിലെ എന്നാ പറയുന്നത്, കടുംപിടുത്തം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഇത് തന്നെ വേണം, അങ്ങനെ വേണം എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ ഒരു ജോബ് കാർഡ് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് സർവീസ് ജോബ് കാർഡോ ഫ്രീ സർവീസ് ജോബ് കാർഡോ ഓപ്പൺ ചെയ്ത് നിങ്ങൾ തുടങ്ങുക, ഇൻവോയ്സ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഓരോ ഐറ്റവും ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓരോന്നും ക്രിയേറ്റ് ചെയ്യുന്നത്. സൂപ്പർവൈസർ ആണെങ്കിലും അഡ്വൈസർ ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും ബേ ആണെങ്കിലും എല്ലാം ടെസ്റ്റ് പർപ്പസ് എന്നുള്ള ഒരു കണക്കൂട്ടൽ മാത്രമേ ഇട്ടേക്കുന്നത്. ലൈവില് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രാഞ്ചിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ, കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ റിഫ്ലക്ട് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ ജോബ് കാർഡ് ഓപ്പൺ ചെയ്തു. ജോബ് കാർഡ് ഓപ്പൺ ചെയ്തപ്പോൾ ആ വെഹിക്കിൾ നമ്മുടെ ERP ഡാറ്റാബേസിൽ ഉള്ളതായിരുന്നു, ഓൾറെഡി ഉള്ള ഒരു വെഹിക്കിൾ ആയിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ERP ഡാറ്റാബേസിൽ ഇല്ലാത്ത ഒരു വെഹിക്കിളാണ് നമുക്ക് വേണ്ടത്. ഞാൻ രജിസ്റ്റർ നമ്പർ കൊണ്ടും ചേസ് നമ്പർ കൊണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ആ വെഹിക്കിളിനെ കണ്ടില്ല. അങ്ങനെയുള്ള വെഹിക്കിളിനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ DMSൽ നിങ്ങൾ ആദ്യം ആ വെഹിക്കിളിന്റെ വെഹിക്കിൾ മാസ്റ്ററിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു വെച്ചതിന് ശേഷം ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരിക. ചേസസ് നമ്പർ നമ്മൾ 17 ഡിജിറ്റ്, മിനിമം 14 ഡിജിറ്റ് വരും. സാധാരണ വിൻ നമ്പർ എന്ന് പറയുന്ന ഐറ്റമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെന്താ വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പലരും ആദ്യം ഒക്കെ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ തന്നെ 6 ഡിജിറ്റ് കൊടുത്ത് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുമായിരുന്നു. ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചാൾ കഴിയുമ്പോൾ ആ 6 ഡിജിറ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ വരും. ഇത് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 17 ഡിജിറ്റ് വിൻ നമ്പർ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അത് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ല, ഞങ്ങൾ അപ്പോൾ തന്നെ അവരെ വാൺ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ 17 ഡിജിറ്റ് വിൻ നമ്പർ തന്നെ ഉപയോഗിക്കുക. ഇത് ഞാനൊരു സാങ്കല്പിക നമ്പറാട്ടോ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സർവീസ് മോഡൽ കോഡ്, വെഹിക്കിൾ സർവീസ് മോഡൽ കോഡ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, അത് മാസ്റ്ററിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. ഞാൻ സെലേറി മ്യൂട്ട് ചെയ്യാമോ? സെലേറിയയുടെ കോഡ് പറഞ്ഞു. A1J അക്ഷയ് CP ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അക്ഷയ് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് വെഹിക്കിൾ സർവീസ് മോഡൽ കോഡ്. അത് അവിടെ വന്നു. നമ്മൾ നോക്കി ഞാൻ കഴിഞ്ഞ വെഹിക്കിൾ ജോബ് കാർഡ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു സർവീസ് മോഡൽ കോഡ്, വെഹിക്കിൾ സർവീസ് മോഡൽ കോഡ്. സർവീസ് മോഡൽ ഏതാണെന്നുള്ളതായിരുന്നു അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. സെലേറിയയുടെ AVH 310 ആയിരുന്നു സെലേറിയയുടെ
ആ സെലേറിയ ഞാനിവിടെ സെലക്ട് ചെയ്തു. സെലേറിയ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വേരിയന്റ് കോഡുകൾ കാണിക്കും. ഈ വേരിയന്റ് കോഡുകളിൽ നിന്ന് നമ്മുടെ ഏതാണ് വേരിയന്റ് കോഡ് എടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഈ വേരിയന്റ് കോഡ് എടുക്കുമ്പോൾ അതിന് കൃത്യമായ വെഹിക്കിൾ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നേരെ അറിയത്തില്ല ഇതിലേതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നിലേക്കും ഈ മൗസ് ഇവിടെ ഏറ്റവും ടോപ്പിൽ വയ്ക്കുക. ഇപ്പൊ ഇവിടെ വന്നു. ഇപ്പൊ ഈ സെലക്ഷൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ താഴത്തേക്ക് ഓരോന്നും ഇത് ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ മാറുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സർവീസ് മോഡൽ കോഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾ DMSലെ വെഹിക്കിൾ മാസ്റ്ററിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സർവീസ് മോഡൽ കോഡ് കാണാൻ പറ്റും, വേരിയന്റ് കോഡ് കാണാൻ പറ്റും, കളർ കാണാൻ പറ്റും, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിന് ആദ്യം തന്നെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ അതെല്ലാം കിട്ടും, എല്ലാം ക്രിയേറ്റ് ചെയ്തു പോവാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ഈ വെഹിക്കിൾ സർവീസ് മോഡൽ കോഡിനെ ബന്ധപ്പെട്ടാണ് നമ്മുടെ ലേബർ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ലേബറിന്റെ പെർ അവർ യൂണിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിക്സഡ് പോലത്തെ എമൗണ്ടുകളാണെങ്കിലും എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. വേരിയന്റ് കോഡിന് പ്രാമുഖ്യം ഇല്ല എന്നല്ല, വേരിയന്റ് കോഡ് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും സർവീസ് മോഡൽ കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ വേരിയന്റ് കോഡ് ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു നിങ്ങൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് വാട്സാപ്പ് ചെയ്യുക. ചില സമയത്ത് വേരിയന്റ് കോഡ് കൃത്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. കാരണം നമുക്ക് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് നേരിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ല, നമ്മൾ DMSനെ ഡിപ്പെൻഡ് ചെയ്ത് എടുക്കുന്ന ഇൻഫർമേഷൻ ഇതല്ല. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ മിസ്സിംഗ് ആണ് നിങ്ങൾ അത് അപ്പൊ തന്നെ ഇടുക. സർവീസ് മോഡൽ കോഡിന്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഏത് കളറാന്നൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും, വേരിയന്റ് കോഡും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അത് ചെക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ആ കളർ ആഡ് ചെയ്ത് തരാം. അപ്പൊ കളറ് വേരിയന്റ് കോഡ് ഒക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഇവിടെ സർവീസ് മോഡൽ കോഡ് കുറെ അധികം ഉണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിലും ഞാൻ പറയാം. അവസാനം ലാസ്റ്റ് C വന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം CNG സർവീസ് മോഡൽ കോഡ് ആയിരിക്കും. ഏറ്റവും അവസാനം C. അതുപോലെ തന്നെ എൻഡിൽ D വരുന്നത് എപ്പോഴും ഡീസൽ വെഹിക്കിൾസ് ആയിരിക്കും. പിന്നെ സ്വിഫ്റ്റിന്റെ തമ്മിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സ്വിഫ്റ്റിന് ചിലയിടത്ത് ഡീസൽ വണ്ടിക്ക് N ആയിരിക്കും കൊടുത്തേക്കുന്നത്, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പെട്രോൾ വണ്ടി ടൂർ ആണെങ്കിൽ ലാസ്റ്റ് P വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സർവീസ് മോഡൽ കോഡ് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വന്ന് ഇവിടെ സെലക്ട് ചെയ്യണം. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് എൻജിൻ നമ്പർ 6 ഡിജിറ്റ് ആണ് വരുന്നത്. ചില ഘട്ടങ്ങളിൽ എൻജിൻ നമ്പർ ഡ്യൂപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു 3 ഡിജിറ്റ് നമ്പർ കൊടുത്തു കഴിയുമ്പോൾ 6 ഡിജിറ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് കളറ് സേവ് ചെയ്തു. ഡേറ്റ് ഓഫ് സെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് ഓഫ് സെയിലിനെ ഡിപ്പെൻഡ് ചെയ്താണ് വാറണ്ടി ഇൻഫർമേഷന്, MCPയുടെ സെലക്ഷന്, അതൊക്കെ ഫങ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് ഓഫ് സെയിൽ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്, വെഹിക്കിൾ മാസ്റ്ററിലുണ്ട്, അത് ഇവിടെ കൊണ്ടുവരിക. ഇത് ഇനി നെക്സ്റ്റ് വരുന്നത് സോൾഡ് ബൈ അതർ ഡീലർ. വേറെ ഏതെങ്കിലും കോ ഡീലറിന്റെ അടുത്തുനിന്ന് വരുന്ന വെഹിക്കിളാണ് സോൾഡ് ബൈ അതർ ഡീലർ കൊടുക്കുക. ഇനി വേറെ ഏതെങ്കിലും കാരണം വെച്ചാൽ പ്രീ ഓൺഡ് അതർ MDV എന്ന് വരുന്ന വണ്ടികളാണെങ്കിൽ പ്രീ ഓൺഡ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പ്രീ ഓൺഡ് അതർ MDV എന്ന് വരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ, MDV വെഹിക്കിൾസ് ആണെങ്കിൽ. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ കൊടുത്ത് നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് അവിടെ സേവ് ആകും. നമ്മളിപ്പോൾ പറയുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റാബേസിൽ ഇല്ലാത്ത ഒരു വെഹിക്കിൾ വരികയും അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടയും വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണോ ഞാൻ പറയുന്നത്. എല്ലാ വെഹിക്കിളിനും ഇങ്ങനെയൊന്നും വേണ്ടി വരികയില്ല, എന്നാലും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരാം. ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ ഒരു വെഹിക്കിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്തു, വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിലുണ്ട്. ഇനി അടുത്ത ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത് കസ്റ്റമറിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്.
ഈ കസ്റ്റമർ എപ്പോഴും നമ്മൾ ചേസസ് നമ്പർ കൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ ചേസസ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്തു, രജിസ്ട്രേഷൻ നമ്പർ കൊണ്ട് സെർച്ച് ചെയ്തു, മറ്റു മാർഗങ്ങളിലൂടെ സെർച്ച് ചെയ്തിട്ട് ആ വെഹിക്കിൾ ഇല്ലാന്ന് ഉറപ്പ് വരുത്തി. അതുപോലെ തന്നെ ഇവിടെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒന്നുകൂടെ ഉറപ്പാക്കുക. ഇവിടെ ഈ താഴെ കസ്റ്റമറിനെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ നമ്പർ വെച്ചോ പേര് വെച്ചോ നമുക്ക് കസ്റ്റമറിനെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ കസ്റ്റമറിന്റെ നെയിം വെച്ച് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബിനു എന്ന് പറഞ്ഞ നെയിമാണ്, ബിനു CP, ബിനു ബാലകൃഷ്ണൻ. ഈ മൊബൈൽ നമ്പർ വെച്ചോ മറ്റു കാര്യങ്ങൾ വെച്ചോ ഈ ഡേറ്റാബേസിൽ ഓൾറെഡി അയാൾ ഉണ്ടെങ്കിൽ അയാളെ സെലക്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ പലപ്പോഴും പല ബ്രാഞ്ചിൽ ചെല്ലുമ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഈ കസ്റ്റമർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ തന്നെ അയാളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ചില സമയത്ത് ചില തെറ്റുകൾ വരാറുണ്ട്. ഈ കസ്റ്റമറിന് GST ഉണ്ടായിരുന്നു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പം GST അതിൽ ടാഗ് ചെയ്യാൻ വിട്ടുപോയി, GSTയുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ വിട്ടുപോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ കസ്റ്റമറിനെ എല്ലാവരും പോയി വേറൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഉള്ള കസ്റ്റമറിനെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ERP-യിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കണക്ട് ചെയ്ത് നോക്കിയൊക്കെ ചെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ തിരക്കൂടി തെറ്റുകൾ വരുത്തുന്നതിലും നല്ലത് ഞങ്ങളെ തന്നെ വിളിച്ച് ആദ്യം കൺഫേം ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ ബിനു എബ്രഹാം എന്ന് പറഞ്ഞൊരു കസ്റ്റമറെ ചെയ്തു. ഞാനൊരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്. ചില സമയത്ത് നിങ്ങൾ ഈ ക്രിയേറ്റേഴ്സസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യുമ്പോൾ എറർ വരാറുണ്ട്. എറർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ നമ്പർ ഡ്യൂപ്ലിക്കേഷൻ കൊണ്ട് എറർ വരാം. നിങ്ങൾ കൊടുത്ത ഇതേ എൻജിൻ നമ്പർ വേറെ ഏതെങ്കിലും വണ്ടിക്ക് ഈ ഡാറ്റാബേസിൽ ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടെങ്കിൽ എറർ കാണിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫ്രണ്ടിൽ ഒരു 0 ആഡ് ചെയ്ത് സേവ് ചെയ്ത് നോക്കുക. ആ 0 ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പം അത് സേവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വെഹിക്കിളിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ പറ്റാത്ത എറർ വന്നാൽ ആദ്യം എൻജിൻ നമ്പറിൽ ഒരു 0 ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് നോക്കുക. ഉണ്ടോ? ഇതുപോലെ തന്നെ ഈ കസ്റ്റമറെ നമ്മൾ സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തു ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്ന കാണിച്ച മൊബൈൽ നമ്പർ വെച്ച് ഇതുപോലെ ഈ കസ്റ്റമർ ഇല്ല എങ്കിൽ എല്ലാ രീതിയിലും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ആദ്യം ഈ കാറ്റഗറി ഇൻഡിവിജ്വൽ ആണോ കമ്പനി ആണോ ടാക്സി ആണോ. നോർമൽ രീതിയിൽ ഇൻഡിവിജ്വൽ ആയിരിക്കും. ബ്രാഞ്ച് ഞാൻ എടുത്ത ജോബ് കാർഡ് തൃശ്ശൂരാന്ന് തോന്നുന്നു. അപ്പൊ TSR എന്നാണ് ഇവിടെ കിടക്കുന്നത്. ടൈറ്റിൽ മിസ്റ്റർ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കസ്റ്റമർ നെയിം ഞാനിവിടെ ഈ ഒരു പേര് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ശ്രദ്ധിച്ചു, ഒരു കസ്റ്റമറിന്റെ മാസ്റ്ററിൽ പുള്ളിക്ക് ഒരു നമ്പർ വരുന്നുണ്ട്. ഇതാണ് കസ്റ്റമർ ലെഡ്ജർ എന്ന് പറയുന്നത്. ഈ കസ്റ്റമർ ഇനി ഇതിനെ ബേസ് ചെയ്തായിരിക്കും, ഈ നമ്പറിനെ വെച്ചായിരിക്കും ഈ കസ്റ്റമർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സോഫ്റ്റ്വെയറിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉപയോഗിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ രജിസ്റ്റേർഡ് കസ്റ്റമർ ആണെന്ന് വെച്ചോ, ഇയാൾക്ക് GST ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അസസി ടൈപ്പ് രജിസ്ട്രേഡ് ഡീലർ എന്നാക്കുക. എന്നിട്ട് അയാളുടെ GST നമ്പർ കൊടുക്കുക. കൃത്യമായ GST നമ്പർ അല്ലെങ്കിൽ അത് എറർ കാണിക്കും. GST നമ്പർ കൊടുത്തു കഴിഞ്ഞ് പാൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത കാര്യമുണ്ട്. സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കൺട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം ആൾക്കാർ തെറ്റിക്കുന്ന കാണാറുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ അൺരജിസ്റ്റേർഡ് ആക്കുകയാണ്. ഇപ്പോൾ GST ഉള്ള കസ്റ്റമർ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ ഫീഡ് ചെയ്യണം. ഇതിനുശേഷം ഇവിടെ കാണിച്ചേക്കുന്ന സൺ ഓഫ്, ഡോട്ടർ ഓഫ്, വൈഫ് ഓഫ് എന്ന് പറയുന്ന ഒരു ടൈമാണ്. പിന്നെ മാൻഡേറ്ററി ആണ്, പിൻ കൊടുക്കുക. പിന്നെ ഈ മൊബൈൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊബൈൽ നമ്പർ നിങ്ങൾ മൊബൈൽ നമ്പർ
കൃത്യമായിട്ട് കൊടുക്കുക. നമുക്ക് പിന്നീട് നമുക്ക് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്ര ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ കസ്റ്റമർ ഡീറ്റെയിൽസ് ഫീഡ് ആകുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഈ ജോബ് കാർഡ് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമർ കോഡ് IND 15676170 എന്ന് പറഞ്ഞ നമ്പർ വന്നു. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഇതേ സമയത്ത് തന്നെ ഓരോ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനോടനുബന്ധിച്ച നമ്പറുകൾ ഒക്കെ ആയിരിക്കും അവർക്കും പോകുന്നത്. ചില സമയത്ത് നമ്മൾ പറഞ്ഞ 156770 നമുക്ക് കിട്ടാതെ ഘട്ടം വരും. അത് എറർ കാണിച്ചുകൊണ്ടിരിക്കും. മ്യൂട്ട് ചെയ്യാമോ? ഒന്നും പറഞ്ഞില്ല. അപ്പൊ കിലോ അതിന്റെ ഉണ്ട് പറഞ്ഞു. 2 മിനിറ്റ് നിൽക്കണേ കണ്ടു. അങ്ങനെ ഇത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാര്യം, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി പറഞ്ഞു വന്ന കാര്യം. ചില സമയങ്ങളിൽ നിങ്ങൾ ഈ കസ്റ്റമറിനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയാൾക്ക് GST നമ്പർ ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ആ GST നമ്പർ നമ്മൾ ടാഗ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോഷർ അത് അധികം ആവശ്യമായിട്ടില്ല. നിങ്ങൾ ജോബ് കാർഡ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളെങ്കിൽ നമുക്ക് പിന്നീട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്പെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒക്കെ തന്നെ, അല്ലെ ലേബർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ GST മിസ്സായ കാര്യം അറിഞ്ഞു നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഈ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്ത് ഈ ID ടാഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സ്പെയർ ലേബറൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ അറിഞ്ഞത് അയാളെ രജിസ്റ്റേർഡ് കസ്റ്റമർ ആയിരുന്നു, പക്ഷെ നമ്മൾ അൺരജിസ്റ്റേർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് ഈ കസ്റ്റമറിന്റെ പ്രോപ്പർട്ടി പോയി നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ്. പിന്നീട് ഞാൻ പറഞ്ഞു വന്നിരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ചില ഘട്ടങ്ങളിൽ ഈ കസ്റ്റമർ കോഡ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഈ കസ്റ്റമർ കോഡിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ സേവ് ചെയ്യുമ്പോഴാണ് ഈ കസ്റ്റമർ ഉണ്ടാകുന്നത്, പക്ഷെ ഈ കോഡ് ആദ്യം തന്നെ പിടിച്ചു വയ്ക്കും. അപ്പൊ ഈ കോഡ് വേറെ എവിടെയെങ്കിലും സേവ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ഡ്യൂപ്ലിക്കേഷൻ, ഈ കസ്റ്റമർ കോഡ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞൊരു എറർ കാണിക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇവിടെ റിഫ്രഷ് ബട്ടൺ യൂസ് ചെയ്യുക, റിഫ്രഷ് ബട്ടൺ. അപ്പം ഇത് ഒന്നുകൂടെ പോയിട്ട് കുറച്ചുകൂടെ യൂസ് ചെയ്യാത്ത ഒരു കസ്റ്റമർ കോഡ് കൊണ്ടുവരും. നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ കോഡ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ എറർ വരുന്നുണ്ടെങ്കിൽ, ഈ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്, ഈ റിഫ്രഷ് ബട്ടൺ യൂസ് ചെയ്യുക. താഴെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് ചെയ്യാം. നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ അല്ലെ ഒരു വെഹിക്കിള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്ക് രജിസ്റ്റർ നമ്പറും JST നമ്പറും വെച്ച് വെഹിക്കിളും കസ്റ്റമറുടെ മൊബൈൽ നമ്പറും പേരും വെച്ച് കസ്റ്റമറെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ ഇത് ഡ്യൂപ്ലിക്കേഷന് പോകരുത്. അങ്ങനെ വന്നാൽ കസ്റ്റമർ ലെഡ്ജറിൽ നിങ്ങൾക്ക് വാല്യൂസ് തെറ്റും. അതായത് എനിക്ക് 1000 രൂപ ഇവിടെ തരാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളൊരു മിസ്റ്റേക്ക് കാണിച്ച് ഒരു റോങ് ആയിട്ടുള്ള ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്തു, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കസ്റ്റമർ വന്നു. ഞാൻ തരാനുള്ള 1000 രൂപയുടെ കണക്ക് അവിടെ വിട്ടുപോയിട്ട് വേറെ കസ്റ്റമറിനെ, ആ കസ്റ്റമറെ തന്നെ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതിനെ കൊണ്ട് ടാഗ് ചെയ്തു. ആദ്യത്തെ കസ്റ്റമർ IDയിലാണ് ഒരു 1000 രൂപ കിട്ടാനുണ്ടെന്നുള്ള കണക്ക് കിടക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ അതിനൊക്കെ വിട്ട് കളഞ്ഞിട്ട് പുതിയൊരു കസ്റ്റമർ ID ക്രിയേറ്റ് ചെയ്ത് ടാഗ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1000 രൂപ എപ്പോഴും മിസ്സായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കസ്റ്റമറിന്റെ ഔട്ട്സ്റ്റാൻഡിങ്ങും മറ്റ് കാര്യങ്ങളും ഒക്കെ തെറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റുകൂടാതെ ഒരു തവണ ക്രിയേറ്റ് ചെയ്യുക. മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക, ഞങ്ങളുടെ സപ്പോർട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ചിലപ്പോഴൊക്കെ GST ഒക്കെ കൃത്യമായിട്ട് ടാഗ് ചെയ്യാൻ വിട്ടു പോകാറുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ചെറിയ ഫീഡ് ചെയ്ത ഡീറ്റെയിൽസിൽ തെറ്റ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യം വരുമ്പോൾ ചിലരതെല്ലാം കളഞ്ഞു പഴയ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് അവിടെ ഇട്ടേച്ച് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് ടാഗ് ചെയ്യുന്ന പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. ഞങ്ങൾ സപ്പോർട്ട് എടുക്കുക, ചെയ്യുക. ഇതിനുശേഷം മൂന്നാമത്തെ ഐറ്റം, നമ്മളിപ്പോൾ ഒരു JSS ഡീറ്റെയിൽസ് കൊടുത്തു, കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വന്നേക്കുന്നത് വെഹിക്കിൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഫീഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് വരും. മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ കിട്ടിയ പോലെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മൾ സെലക്ട് ചെയ്തു, ഡീറ്റെയിൽസ് കൊടുത്തു, DMS സ്റ്റോക്ക് കാർഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം പോലെ തന്നെ DMS സ്റ്റോക്ക് കാർഡ് നമ്പർ കൊടുത്തു, സർവീസ് ജോബ് ഒക്കെ കൊടുത്ത് നമ്മൾ പോകുന്നു, സേവ് ചെയ്യുന്നു. ചില ഘട്ടങ്ങളിൽ അങ്ങനെ ഒരു കസ്റ്റമർ അല്ലെ ഒരു വെഹിക്കിളും നമ്മുടെ ഇതിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ഘട്ടം വരുന്നു.
അങ്ങനെ വരുമ്പോൾ അതിനെ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന ഈ ഇവിടെ വന്ന് സെർച്ച് ആൻഡ് ഗെറ്റ് വെഹിക്കിൾ ഡീറ്റെയിൽസിൽ വന്നു, ക്രിയേറ്റ് ചേസസ് വിത്ത് ഡീറ്റെയിൽസിൽ വന്നു, ക്രിയേറ്റ് ചേസസ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ഫീഡ് ചെയ്യുന്നു, ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഫീഡ് ചെയ്യുന്നു. അത് നെക്സ്റ്റ് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഇല്ലയെന്ന് നമ്മൾ ഉറപ്പാക്കുന്നു. ഇവിടെ പിന്നെയും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുവഴി പോയി ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കൊടുത്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെഹിക്കിൾ ഈ ഡാറ്റാബേസിൽ ഇനി മുതൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിനെ ചെയ്യാം. ഇനി ചില ഘട്ടങ്ങളിൽ ചില പ്രശ്നങ്ങൾ പറയാം. ഒരു കസ്റ്റമറിന്റെ ഡീറ്റെയിൽസിൽ ചില ചേഞ്ചസ് വരുത്തണം, അല്ലെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫർമേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വെഹിക്കിളിനെ സർവീസ് ജോബ് കാർഡിൽ പോയി സെർച്ച് ചെയ്തെടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്ഡേറ്റ് ചേസസ് ബാർ കസ്റ്റമർ ഡീറ്റെയിൽസ്. എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണോ നിങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കുക, ഇതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഈ ഒരു തവണ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തു, കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആണ് നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ കസ്റ്റമർ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തെടുത്ത് വെച്ച് ചില കാര്യങ്ങൾ മാസ്റ്റേഴ്സ് സെർച്ച് മാസ്റ്ററിൽ പോയി ആ ഡീറ്റെയിൽസ് കൊടുത്ത് സെർച്ച് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ഘട്ടം വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ സപ്പോർട്ട് എടുക്കുക, കറക്റ്റ് ചെയ്യുക. എങ്കിലും വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസിൽ നമ്മൾ കൊടുത്തതിൽ ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഡീറ്റെയിൽസിൽ ചേഞ്ചസ് വരുത്താനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് വരെ ഞങ്ങളെ വിളിക്കുക, എക്സിസ്റ്റിംഗ് കറക്റ്റ് ചെയ്യുക, യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒരു വെഹിക്കിളിൽ എങ്ങനെ ജോബ് കാർഡ് ഇടാം, രണ്ടാമത് എങ്ങനെ ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യാം എന്നുള്ളതും, അങ്ങനെ ഒരു വെഹിക്കിളോ കസ്റ്റമറോ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ഒരു വെഹിക്കിളുണ്ട്, ആ വെഹിക്കിളിന്റെ കസ്റ്റമർ മാറി, പണ്ട് വന്ന ഒരു കസ്റ്റമർ അല്ല, ഇനി വേറെ കസ്റ്റമറാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മുമ്പേ കാണിച്ച പോലെ തന്നെ അപ്ഡേറ്റ് ചേസസ് കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുക്കുക. പുതിയ കസ്റ്റമർ ആണെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ഇവിടുന്ന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് സെർച്ച് ചെയ്തെടുക്കുക, ഈ പുതിയ ഡീറ്റെയിൽസ് കൊടുക്കുക. ഈ തവണ വന്നപ്പോൾ നിങ്ങൾ അറിയുന്നു ഇവിടെ സർവീസ് ചെയ്തിരുന്ന വണ്ടിയാണ്, അതിന്റെ കസ്റ്റമർ മാറി. അങ്ങനെയെങ്കിൽ വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് അവിടെ മാറ്റങ്ങളൊന്നും വരുത്തില്ല, കസ്റ്റമറിന്റെ ഡീറ്റെയിൽസിലും മാത്രം മാറ്റം വരുത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കുക. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്ത പഴയ കസ്റ്റമറിനെ മാറി പുതിയ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് വരും. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ ഡീറ്റെയിൽസും ഒരു വെഹിക്കിളിന്റെ ഡീറ്റെയിൽസും രണ്ട് ഇൻഡിവിജ്വൽ ഐറ്റം ആണ്. ഇതിനെ തമ്മിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇത് തമ്മിൽ കണക്ട് ആകുന്നത്. അപ്പം ആ കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സേവ് ചെയ്ത് പോകാം. ഇത് നമ്മുടെ ഒരു എഫർട്ടാണ് ഈ സോഫ്റ്റ്വെയർ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. DMS പോലെ അത് മാരിയിൽ നിന്ന് ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് വരില്ല, നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടത് തന്നെ വരും. ഇതാണ് സർവീസ് ജോബ് കാർഡിനെ സംബന്ധിച്ച കാര്യങ്ങൾ. ഞാനിനി സർവീസ് ജോബ് കാർഡിനെ സംബന്ധിച്ച ഒരു ഓപ്പണിംഗ് ജോബ് കാർഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഞാനന്ന് PDF-ലെ കാര്യങ്ങളൊന്ന് പറയുകയാണ്. ജോബ് കാർഡ് ഓപ്പണിങ്ങിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലൂ കളറ്, സ്റ്റാർ, യെല്ലോ ടെക്സ്റ്റ് ബോക്സ്, ഇതൊക്കെ ഫില്ലാകണം. എങ്ങനെ ജോബ് കാർഡ് എടുക്കാം, ഇത് കൺവെൻഷണൽ മെനു സിസ്റ്റത്തിലാണ്. ഓട്ടോ DMS സർവീസിൽ, റെഗുലർ സർവീസിൽ, ജോബ് കാർഡിൽ സർവീസ് ജോബ് കാർഡ്. ഇനി ടൈൽഡ് മെനു സിസ്റ്റത്തിൽ, റെഗുലർ സർവീസിൽ, ജോബ് കാർഡിൽ സർവീസ് ജോബ് കാർഡ്. എപ്പോഴും വെഹിക്കിൾ സെർച്ച് ചെയ്ത് ഉറപ്പാക്കുക. രജിസ്റ്റർ നമ്പർ വെച്ചും JSON നമ്പർ വെച്ചും ഒക്കെ ഉറപ്പാക്കിയിട്ട് മാത്രം കസ്റ്റമർ ആ വെഹിക്കിൾ അവിടെ ഇല്ലാന്ന് നിങ്ങൾ ചിന്തിച്ച അനുസരിച്ച് ആക്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ട 17 ഡിജിറ്റ് വിൻ നമ്പർ വെച്ചാണ്, അത് മാൻഡേറ്ററി ആണ്, ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും, നിങ്ങൾ പിന്നീട് പ്രശ്നങ്ങളിലേക്ക് തന്നെ വരും. വെഹിക്കിൾ സർവീസ് മോഡൽ കോഡ്,
ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്ക് കൂടുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ലാഭത്തിന് വേണ്ടി നിങ്ങൾ സമയലാഭത്തിന് വേണ്ടി നിങ്ങൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒമിറ്റ് ചെയ്തിട്ട് പോയാൽ ഒത്തിരി തലവേദനകൾ വരും. എപ്പോഴും ഈ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. വെഹിക്കിൾ സർവീസ് മോഡൽ കോഡ് അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. സർവീസ് വെഹിക്കിൾ മാസ്റ്റർ ഡീറ്റെയിൽസ് നിന്ന് DMS നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ് അതെല്ലാം കൃത്യമായിട്ട് ഫർണിഷ് ചെയ്യുക. ഇത് ഞാൻ അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾക്ക് ഈ PDF എല്ലാം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഇടും. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നത്. സർവീസ് ജോബ് കാർഡ് സെർച്ച് ആൻഡ് ഗെറ്റ് ജോബ് വെഹിക്കിൾ ഡീറ്റെയിൽസിൽ ക്രിയേറ്റ് ചേസസ് ഡീറ്റെയിൽസ് വന്നു. ഇതിൻ്റെ താഴെ വന്ന് ക്രിയേറ്റ് കസ്റ്റമർ ഡീറ്റെയിൽസ് വന്നു. ഇതാണ് മാസ്റ്റർ ഡീറ്റെയിൽസ്. വെഹിക്കിൾ ഡീറ്റെയിൽസ് നമുക്ക് മാസ്റ്ററിൽ നിന്ന് എടുക്കുമ്പോൾ DMSൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഇവിടെ 17 ഡിജിറ്റ് വിൻ നമ്പർ ഉണ്ട്, സർവീസ് മോഡൽ ഉണ്ട്, വെഹിക്കിൾ ഏതാണെന്നുണ്ട്, ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, സർവീസ് വേരിയന്റ് ഉണ്ട്, കളറുണ്ട്, ചേസിസ് നമ്പർ എന്താണെന്നുണ്ട്, എഞ്ചിൻ നമ്പർ ഉണ്ട്. ഈ 17 ഡിജിറ്റ് വിൻ നമ്പർ തന്നെ യൂസ് ചെയ്യണം. ചേസിസ് നമ്പർ 6 ഡിജിറ്റിൽ നിർത്താൻ പറ്റില്ല. പിന്നെ എഞ്ചിൻ നമ്പർ, ചിലപ്പോൾ എഞ്ചിൻ നമ്പർ ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഈ ഡാറ്റാബേസിൽ വേറെ ഏതെങ്കിലും വെഹിക്കിളിന് ഇതേ എഞ്ചിൻ നമ്പർ ഉണ്ട്, ഈ ഡ്യൂപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു എറർ വരാം സേവ് ചെയ്യുമ്പോൾ. അങ്ങനെ എറർ വരുവാണെങ്കിൽ എഞ്ചിൻ നമ്പറിന് മുമ്പിൽ ഒരു 0 ആഡ് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഈ എറർ പോകുന്നതാണ്. പിന്നെ എക്സ്റ്റൻഡ് വാറന്റിയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇത് ഏത് ഡീലറിന്റെ അടുത്തുനിന്ന് വന്ന വെഹിക്കിൾ ആണെന്നുള്ളതുണ്ട്. ചില സമയത്ത് ഈ ഡീലർ കോഡ് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഈ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഡീലറെ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഒന്നോടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞേക്കുന്നു എന്നുള്ളേ ഉള്ളൂ. മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയുണ്ട്. ചേസിസ് നമ്പർ, സർവീസ് മോഡൽ കോഡ്, വെഹിക്കിൾ വേരിയന്റ് ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഇവിടെ എവിടെയാണ് അത് ഫർണിഷ് ചെയ്യുന്നതെന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഇട്ടിട്ടുണ്ട്. കളർ, ഡേറ്റ് ഓഫ് സെയിലും ഒക്കെ ഫർണിഷ് ചെയ്യുക. ഡേറ്റ് ഓഫ് സെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വാറന്റിക്കും MCPക്കും എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡേറ്റ് ഓഫ് സെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, കസ്റ്റമർ ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അനീഷേ, പിന്നെ കൺട്രി സ്റ്റേറ്റും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെഹിക്കിൾ ഉണ്ട്. ഇതൊരു കസ്റ്റമറാണ്. ഒരു വെഹിക്കിൾ ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ആണ്, ഒരു കസ്റ്റമർ ഇൻഡിവിജ്വൽ ഐറ്റം ആണ്. നമ്മൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ ക്രിയേറ്റ് സ്ക്രീനിൽ കൊണ്ടുവന്ന് ഇത് ഏതൊക്കെ തമ്മിൽ സെലക്ട് ചെയ്തോ ഒന്നിച്ച് സേവ് ചെയ്യുന്നു അത് തമ്മിലാണ് ഇനി കണക്ഷൻ ഉണ്ടാകുന്നത്. ഒരു വെഹിക്കിളിൽ ഒരു കസ്റ്റമറിന് എത്ര വെഹിക്കിൾ വേണേലും അതുപോലെ ടാഗ് ചെയ്യാൻ പറ്റും. ഒരു കസ്റ്റമർ അയാൾക്ക് എത്ര വെഹിക്കിൾ വേണേലും ഉണ്ടാകാം. ഇതാണ് ഇവിടെ കൊടുത്തത്. ഒരു കസ്റ്റമർ അയാൾക്ക് ഏതൊക്കെ വെഹിക്കിൾ വേണേലും അയാൾക്ക് ഉണ്ടാകാം. അപ്പോൾ ഈ കസ്റ്റമർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പോകണ്ട. അയാളെ സെർച്ച് ചെയ്തെടുത്താൽ മതി. മൊബൈൽ നമ്പർ വെച്ചോ അയാളുടെ പേര് വെച്ചോ അയാളുടെ അഡ്രസ് ഡീറ്റെയിൽസ് വെച്ചോ ഒക്കെ സെലക്ട് ചെയ്തെടുത്താൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുപോയി. ഇത് ഇനി എന്നാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ജോബ് കാർഡ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ ഓപ്ഷനാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത്. ജോബ് കാർഡ് ക്യാൻസലേഷൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിൽ ലേബറോ സ്പെയറോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിട്ടേൺ എടുത്തിട്ട് മാത്രമേ ജോബ് കാർഡ് ക്യാൻസലേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ജോബ് കാർഡ് ഓപ്പണിങ്ങിലെ കാര്യം. നിങ്ങൾക്ക് ഇന്ന് ഈ ജോബ് കാർഡ് ഇതിന് ശേഷം യൂസർ നെയിം പാസ്വേഡ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റീഎസ്റ്റിമേഷൻ ചെയ്യുന്നതെന്നുള്ള ഇതിനു മുമ്പ് ഒരു കാര്യത്തിലേക്ക് പോവാം. വർക്ക് അലൊക്കേഷൻ ആണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് വർക്ക് അലൊക്കേഷൻ? ഈ വർക്ക് അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ അഡ്വൈസർ ആണ് ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ അഡ്വൈസറുടെ ലെവലിലാണ് ഒരു ജോബ് കാർഡ് വരുന്നത്. ഇനി അത് ഫ്ലോറിലേക്ക് പോകണമെങ്കിൽ അത് ഒരു സൂപ്പർവൈസറുടെ പേരിലേക്ക് പോകണം. ഒരു സൂപ്പർവൈസറുടെ പേരിലായാൽ മാത്രമേ സ്പെയറും ലേബറും ഒക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ERP-യിലെ മെത്തേഡ് ഇങ്ങനെയാണ്. നിങ്ങൾ DMS ആയിട്ട് കൂട്ടി കുഴയ്ക്കേണ്ട. ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ വർക്ക് അലൊക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഫ്ലോർ ഓപ്പറേറ്റർ ആരാണ്,
സൂപ്പർവൈസർ ആരാണ്, ഏതൊക്കെ ബേ ആണ്, ടെക്നീഷ്യൻ ആരാണ്, ഇതൊക്കെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. നിങ്ങൾ പെട്ടെന്ന് പോകാം, ഞാൻ അതിലേക്ക് പോകാം. വർക്ക് അലൊക്കേഷനിലേക്ക് പോയി. ജോബ് കാർഡ് നമ്പർ ERP ജോബ് കാർഡ് നമ്പർ 87 ആയിരുന്നു. ഇവിടെ DMS ജോബ് കാർഡ് നമ്പർ ഞാൻ കൊടുത്തതായിരുന്നു. ഈ വെഹിക്കിൾ ഇവിടെ വന്നിട്ടുണ്ട് 1611. ചില ആൾക്കാർ 1611 കൊടുത്തു. ഇനി ആദ്യത്തെ യെല്ലോയിലേക്ക് ഞാൻ വന്നു. ആദ്യത്തെ യെല്ലോ ബോക്സ് ഈ വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് ആണ്. ആദ്യത്തെ യെല്ലോ ബോക്സിൽ ഈ ഫ്ലോർ കൺട്രോളർ ആരാണെന്നുള്ളതാണ്. ഫ്ലോർ കൺട്രോളർ ആരാണ്? നിങ്ങളുടെ അവിടെ ടെസ്റ്റ് ഫ്ലോർ കൺട്രോളറോ ടെസ്റ്റ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. നിങ്ങളിപ്പോൾ അത് ബോധർ ചെയ്യേണ്ടത് എടുക്കുക. ഞാൻ ഫ്ലോർ കൺട്രോളറെ എടുത്തു. ഇനി ബേ, നിങ്ങൾക്ക് അവിടെ ബേ റൂട്ട് വരും. നിങ്ങളുടെ ലൊക്കേഷനിലെ പേരിലായിരിക്കാം ബേ റൂട്ട് കിടക്കുന്നത്. നിങ്ങളുടെ ലൊക്കേഷനിലെ ബേ റൂട്ട് എടുക്കുക. ഇവിടുത്തെ ബേ റൂട്ട് A02. ഇപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫില്ല് ചെയ്ത്, ഫ്ലോർ കൺട്രോളർ ആരാണ്, ബേ റൂട്ട് ഏതാണ്. ബേ റൂട്ട് ഏതാണെന്നുള്ളതിൻ്റെ ആൻസർ ഇനി അടുത്ത ടാബിലേക്ക് വന്നാൽ കാണാം. ടാബ് ഇവിടെ നിന്ന് മാറി. ഇതിലാദ്യത്തത് ബേ. എങ്ങനെ ഞാൻ എടുത്തതെന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ ബേ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ബേ A02 എന്ന് പറയുന്ന ബേയിൽ ഇതൊരു നോർമൽ ബേ ആണ്. ഈ ബേ സെലക്ട് ചെയ്തു. ഈ സീക്വൻസ് എന്ന് പറയും, ഒന്നിൽ കൂടുതൽ ബേ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഒരു ബേയിൽ അത് എത്രാമത് കയറണം, അതിൻ്റെ ഓർഡർ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ സീക്വൻസ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ വീൽ അലൈൻമെന്റ് ബേയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ സീക്വൻസ് 1 ആണ്. ഞാൻ രണ്ടാമത് നോർമൽ ബേയിലേക്കാണ് രണ്ടാമതാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സീക്വൻസ് 2 ആണ്. ഇവിടെ 1 ഞാൻ ഇവിടെ കൊടുത്തു, 2 ഇവിടെ കൊടുത്തു. ഇതായിരിക്കും ഇതിൻ്റെ ഓർഡർ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി എത്ര സമയം, എത്ര മണിക്കൂർ ഈ ബേയിൽ ഇത് ചെലവഴിക്കും? 1 മണിക്കൂറാണ് 1 കൊടുക്കുക. ഇനി 1 മണിക്കൂറില്ല, അത് മിനിറ്റുകളാണെങ്കിൽ ഒരു കോളൻ കൊടുത്തിട്ട് കോളൻ കൊടുക്കുക. എത്ര മിനിറ്റ് ആണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുക, 45 മിനിറ്റ്. A02 എന്ന് പറയുന്ന നോർമൽ വേയിൽ ഈ വെഹിക്കിൾ സ്പെൻഡ് ചെയ്യുന്ന 2 മണിക്കൂർ. അത് ഫസ്റ്റ് അവിടെ കയറാൻ പോകുന്നത് സീക്വൻസ് 1. ടെക്നീഷ്യൻ ആരാന്നുള്ളത് ഇവിടെ പറയുക. മുമ്പേ കാണിച്ചു തന്ന പോലെ തന്നെ ഡ്രോപ്പ് ഡൗൺ ആണ്, പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ മൂലയിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ കിട്ടും, കൊടുക്കുക. ഒരു ടെക്നീഷ്യനെങ്കിലും വേണം, എത്ര സമയം വേണം, ഏത് ബേ ആണ്, ഈ കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു ബേയിൽ മാത്രമേ ഞാൻ കയറുന്നുള്ളെങ്കിൽ എനിക്ക് മറ്റു ബേകൾ, റെഡ് ആയിട്ടിരിക്കുന്ന മറ്റു ബേകൾ ഡിലീറ്റ് ഇൻവാലിഡ് റോസ് കൊടുത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വരിക, ഈ റെഡ് കാണിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഇൻവാലിഡ് റോസ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ A02 എന്ന് പറയുന്ന ബേയിൽ ഈ വെഹിക്കിളിനെ വർക്ക് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും. A02 ഇതിൽ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ടെക്നീഷ്യൻ ആയിരിക്കും ഇത് ചെയ്യുന്ന. സർവീസ് അഡ്വൈസർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്, വിഷ്ണു. ഫ്ലോർ കൺട്രോളർ സുന്ദർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇത് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ അലോട്ടഡ് ആയി. ഇനി അടുത്ത കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേ ഇൻ ബേ ഔട്ട്. ബേ ഇൻ ബേ ഔട്ട് ഇതിൻ്റെ ഒപ്പം ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. ക്ലോഷറിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സർവീസ് ബേ A02 തന്നെയാണ്. A02 സെലക്ട് ചെയ്തു. ഇവിടെ എല്ലാ ബേയും കാണിക്കും. ബേ റൂട്ടിലെ എല്ലാ ബേയും വരും. നമ്മൾ അതിൽ ഏതാണ് നമ്മളെടുത്ത ബേ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഗെറ്റ് ജോബ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ A02 എന്ന് പറയുന്ന ബേയിലേക്ക് അലോക്കേറ്റ് ചെയ്ത വെഹിക്കിള് എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും.
ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ ഒത്തിരി ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അത് ലിസ്റ്റ് ചെയ്ത് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിയെ. ഇതാണ് നമ്മൾ ചെയ്തത്. ഞാനിവിടെ സെലക്ട് ചെയ്തു, ബെയിൻ ചെയ്തു. ബെയിൻ ചെയ്യുമ്പോൾ ബെയിൻ ടൈം, എസ്റ്റിമേറ്റഡ് ടൈമും ഉണ്ട്, ബെയിൻ ടൈമും ഉണ്ട്. സേവ് ചെയ്യുന്നു, ബെയിൻ ചെയ്തു. ഇനി ഇതുപോലെ തന്നെ ബേ ഔട്ട് ചെയ്യാനുണ്ട്. A02 എന്ന് പറയുന്ന ബേ ആയിരുന്നു. ആ ബേന്ന് നമ്മൾ ഐറ്റം ചെയ്തു. അപ്പോഴും ഈ ബേ ഔട്ടിൽ ടൈം പിടിക്കുന്നുണ്ട്. ഏതെങ്കിലും റീസൺ കൊണ്ട് ഇത് താമസിച്ചു പോയെങ്കിൽ, നമ്മൾ എസ്റ്റിമേറ്റഡ് ടൈമിനേക്കാളും താമസിച്ചു പോയെങ്കിൽ നമ്മുടെ റീസൺ കൊടുക്കേണ്ടി വരും. അത് ഇവിടെയാണ് കൊടുക്കുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഫീഡായി. ഞാൻ പറഞ്ഞു, വർക്ക് ലൊക്കേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ലേബറും സ്പെയറും ഒക്കെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞു. അപ്പം വർക്ക് ലൊക്കേഷൻ ചെയ്തു, ബെയിൻ ചെയ്തു, ബേ ഔട്ട് ചെയ്തു. വർക്ക് ലൊക്കേഷൻ ഞാനൊന്ന് ഫോളോ ചെയ്യുകയാണ്. വർക്ക് ലൊക്കേഷനിൽ ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നു. ഇത്രയും സാധനങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലോർ കൺട്രോളർ, അതുപോലെ തന്നെ ബേ ഡീറ്റെയിൽസ്, അടുത്ത ടാബിൽ ബേ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോൾ അത് ഫീഡാകുന്നു. ഈ ബേ റൂട്ട് എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ബേ റൂട്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ബേക്കുള്ള ഒറ്റ പേരാണ് ബേ റൂട്ട്. ഈ ബേ റൂട്ടിൻ്റെ അടിയിലാണ് ഏതൊക്കെ തരം ബേ വരും, ഏതൊക്കെ പർപ്പസിലുള്ള ബേ വരും. വാഷിംഗ് ബേ, AC ബേ, ഡസ്റ്റ് ബേ, വീൽ ബാലൻസിങ് ബേ, വീൽ അലൈൻമെന്റ് ബേ, നോർമൽ ബേ, ഇതൊക്കെ വരാം. ഇതിനെല്ലാം ഇതാണ് ആക്ച്വലി കിടക്കുന്നത് നിങ്ങളുടെ ലൊക്കേഷനിലെ ഇതിൻ്റെ നമ്പർ. A01, A02, A3, A05 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അവിടെ നെയിമിങ് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലി നിങ്ങളുടെ ലൊക്കേഷനിൽ വന്നാൽ ആ ബേ കാണുമ്പോൾ അവിടെ എന്താണ് അതിനൊരു നമ്പർ ഉണ്ടാവും. അതിന് മണ്ടയിൽ അടുത്ത കാര്യം, ആ ഒരു ബേ ഏത് പർപ്പസിന് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റിക്ക് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ബേ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂട്ടി ചേർത്ത് ഈ ബേ ടൈപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരെണ്ണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതാണ് ബേ റൂട്ട്. ഈ ബേ റൂട്ടിലെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, ഒരു ബേക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെ ഒന്നോ രണ്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് മാത്രം നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ബാക്കിയൊക്കെ ഇൻവാലിഡ് റോസ് കളഞ്ഞു കഴിയുമ്പോൾ ആ ഒരൊറ്റ ബേ ആവും. ബേ റൂട്ടിൽ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. സീക്വൻസിനെ കുറിച്ചും എസ്റ്റിമേറ്റഡ് ടൈമിനെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. അൺവാണ്ടഡ് അല്ല, ഡിലീറ്റഡ് ഇൻവാലിഡ് റോസ്, റെഡായി കിടക്കുന്നതിനെല്ലാം ഇൻവാലിഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത് കഴിയുന്നു. ബെയിൻ, ബേ ഔട്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. റീവർക്ക് അലോക്കേഷൻ എടുക്കേണ്ടത് ജോബ് കാർഡ് റീഓപ്പൺ ചെയ്താൽ മാത്രമാണ് റീവർക്ക് അലോക്കേഷൻ ചെയ്യേണ്ടി വരുന്നത്. അതിന് മാത്രമാണ് റീവർക്ക് അലോക്കേഷൻ അവൈലബിൾ ആയിരിക്കുള്ളൂ. നിങ്ങൾ ചെയ്യുക. അത് ചെയ്യേണ്ട വന്നാൽ ഇത് തന്നെയാണ് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇതിൽ വന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ നിർത്താം. ഇനി പറയാൻ പോകുന്ന സാധനമാണ് റീ എസ്റ്റിമേഷൻ. ഈ റീ എസ്റ്റിമേഷൻ എന്താണെന്നുള്ളത് പറയാം. നമ്മളൊരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ജോബ്, ഒരു ലേബർ അല്ലെങ്കിൽ ഒരു പാർട്സ്, ഈവൻ ഏറ്റവും മിനിമം ഒരെണ്ണമെങ്കിലും ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ജോബ് കാർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ട സ്ക്രീനാണ് റീ എസ്റ്റിമേഷൻ. റീ എസ്റ്റിമേഷനിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ലേബറോ സ്പെയറോ ഒക്കെ ജോബ് കാർഡ് റേസ് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. ജോബ് കാർഡിൽ നമുക്ക് ലേബറും സ്പെയറും ജോബൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ജോബ് മാൻഡേറ്ററി ആണ്, അറ്റ്ലീസ്റ്റ് 1 ജോബെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ വരുന്ന ജോബ് കാർഡ് നമ്പർ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ജോബ് കാർഡ് നമ്പർ 87 ആയിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ് കൂടെ ജോബ് കാർഡ് നമ്പറോ DMS ജോബ് കാർഡ് നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ JS നമ്പറോ വഴിയൊക്കെ തന്നെ ഇതിനെ സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റിങ്ങിനുള്ള ഒരു ചെറിയ സെർവർ ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്.
തന്നെയല്ല ഞങ്ങൾ ഒത്തിരി ജോബ് കാർഡൊക്കെ ഇട്ട് ഇതിൽ കുറേ അധികം അൺവാണ്ടഡ് ആയിട്ടുള്ളതും കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. നിങ്ങൾ ബോർ ചെയ്യേണ്ട അത്. ഇതിൽ നിങ്ങൾ ഈ പ്രൈസ് ലിസ്റ്റിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യണ്ട. ഇത് ഇവിടെയാണ് നമുക്ക് ഒരു ലേബറോ സ്പെയറോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ജോബ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഇവിടെ 2 ജോബ് ഉണ്ട് ഓൾറെഡി ഉള്ള ജോബ് ഇവിടെയും. ഇനി ആഡ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ജോബിലുമാണ് ഓപ്ഷൻ കിടക്കുന്നത്. ലേബർ ഇതിനു മുമ്പ് ജോബ് കാർഡിലോ ഇതിനു മുമ്പുള്ള റീ എസ്റ്റിമേഷനിലോ കൊടുത്തേക്കുന്ന ലേബർ, മുൻപ് കൊടുത്തിട്ടുള്ള ഈ ജോബ് കാർഡിലുള്ള ലേബർ എല്ലാം ഇവിടെ കാണും. അഡീഷണൽ ലേബർ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കണം. ഫോർ വീൽ ബാലൻസിങ്ങിനുള്ള ലേബറാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ആഡ് ചെയ്തു. യൂണിറ്റ് റേറ്റ് വന്നിട്ടുണ്ട്. ഇത് എസ്റ്റിമേഷൻ, റീ എസ്റ്റിമേഷൻ ഒരിക്കലും നിങ്ങൾ ഫൈനൽ എമൗണ്ട് ആയിട്ട് ചിന്തിക്കരുത്. റീ എസ്റ്റിമേഷൻ നമുക്കൊരു ലേബറോ സ്പെയറോ ആഡ് ചെയ്യാനുള്ള ഒരു ഒറ്റ ഓപ്ഷനാണ്. അതിൻ്റെ അത് ഇവിടെ സ്പെയർ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ വാല്യൂ ഒക്കെ നോക്കിയിട്ട് ചിലർ വിളിക്കാറുണ്ട്. ഇവിടെ അല്ല വാല്യൂ ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ട സ്പെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലേബർ ഇഷ്യൂ ചെയ്യുന്നിടത്ത് എന്താണ് വാല്യൂ എന്ന് നോക്കിയിട്ട് വേണം വിളിക്കാൻ. അല്ലാതെ ഈ റീ എസ്റ്റിമേഷനിൽ അല്ല, അവിടെ വാല്യൂ വരുന്നില്ലെങ്കിൽ മാത്രം വിളിക്കുക. ഞാനൊരു അഡീഷണൽ ലേബർ എടുത്തു, ഒരു അഡീഷണൽ പാർട്ടും എടുക്കാൻ നോക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന പാർട്സ് എത്ര അവൈലബിൾ ആണെന്നുള്ളത് സ്റ്റോക്ക് ബാലൻസിൽ നോക്കി അറിയാൻ പറ്റും. സ്റ്റോക്ക് ബാലൻസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നിങ്ങൾ പറയുക. ഇതിൻ്റെ എമൗണ്ട് വരും. ഇതൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്. സ്പെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ബാച്ചിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഇവിടുത്തെ റേറ്റിനെ കുറിച്ച് വളരെ ബോധേഡാകണ്ട. റേറ്റ് നില്ലാണെങ്കിൽ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് എന്നാ വെച്ചാൽ അഡീഷണൽ ഒരു ലേബർ എടുത്തു, അഡീഷണൽ ഒരു പാർട്ടും ഇട്ടു. ഈ പാർട്ടും ലേബറും മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ കിട്ടുള്ളൂ. അതായത് ഈ ജോബ് കാർഡിൽ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോഴോ റീ എസ്റ്റിമേഷൻ വഴിയോ നമ്മൾ ആഡ് ചെയ്യുന്ന ലേബറും സ്പെയറും ഒക്കെ മാത്രമാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് അവൈലബിൾ ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ റീ എസ്റ്റിമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റീ എസ്റ്റിമേഷൻ ആണ് ഒരു എൻട്രി പോയിന്റ്. ജോബ് കാർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു എൻട്രി പോയിന്റ് റീ എസ്റ്റിമേഷൻ ആണ്. ഒരു സ്പെയറോ ഒരു ലേബറോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ആഡ് ചെയ്താൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പം സ്പെയറുകാർക്കും ലേബർ ചെയ്യുന്നവർക്കും എല്ലാം തന്നെ സ്പെയർ ഡിപ്പാർട്ട്മെന്റിനും ഈ റീ എസ്റ്റിമേഷൻ കൂടെ യൂസ് ചെയ്യേണ്ടി വരും.
ഇനി ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിവിടെ 87 എന്ന് പറഞ്ഞ ജോബ് കാർഡിൽ 87 വന്നു. ഇവിടെ ഞാൻ ഒരു ലേബർ അല്ലെ ഒരു പാർട്സ് ഇഷ്യൂ ചെയ്യുന്നത് അഡീഷണൽ ലേബറിലാണോ അഡീഷണൽ പാർട്സിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. ഞാനൊരു ലേബർ വളരെ സിമ്പിളായിട്ട് എടുത്തു, ക്വാണ്ടിറ്റി പറഞ്ഞു. ഇനി ഇവിടെ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെച്ചാൽ ഇഷ്യൂ ടൈപ്പാണ്. ഈ ഇഷ്യൂ ടൈപ്പ് നോർമലി ഒരു ബില്ലായിരിക്കും. ആ ബില്ല് കസ്റ്റമറിനാണ് പോകുന്നത്. ബിൽ എന്ന് പറയുന്നത് കസ്റ്റമറിനുള്ള വാല്യൂ ആണ്. സർവീസിന്റെ കാര്യത്തിലാണ് കേട്ടോ, സർവീസിന്റെ കാര്യത്തിൽ. ഇനി ആ ഇഷ്യൂ ടൈപ്പ് എക്സ്റ്റൻഡഡ് വാറണ്ടി ആണെങ്കിൽ ആ വെഹിക്കിളിന് എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഈ ഇഷ്യൂ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇഷ്യൂ ടൈപ്പിനെ ബേസ് ചെയ്ത് നമ്മുടെ ഓപ്പറേഷൻസ് മുമ്പോട്ട് പോകുന്നത്. ഇനി അടുത്തത് എന്ന് വെച്ചാൽ ഫ്രീ, ഫസ്റ്റ് ഫ്രീ സർവീസ്, സെക്കൻഡ് ഫ്രീ സർവീസ്, തേർഡ് ഫ്രീ സർവീസ്. അതുപോലെ ഫസ്റ്റ് ട്രൂ വാല്യൂ സർവീസ്, സെക്കൻഡ് ട്രൂ വാല്യൂ സർവീസ്, തേർഡ് ട്രൂ വാല്യൂ സർവീസ്, ഇതൊക്കെയാണ് ഫ്രീ വരുന്നത്. ഈ 6 കാറ്റഗറിയിലാണ് സാധാരണഗതിയിൽ ഫ്രീ സർവീസ് വരുന്നത്. ചില വെഹിക്കിൾസിന് 4th ഫ്രീ സർവീസ് ഉണ്ട്. അപ്പൊ അത്രേ അല്ലാതെ ഒന്നും ഫ്രീ വേറൊന്നിനും കൊടുക്കരുത്. സർവീസിന്റെ കാര്യത്തിൽ ഫ്രീ എന്ന് പറയുന്നത് ഫ്രീ സർവീസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി നിങ്ങൾക്കറിയാം വാറണ്ടി ഐറ്റം ഉണ്ട്. വാറണ്ടിയിലാണ് നമ്മൾ ഇഷ്യൂ ടൈപ്പ് വാറണ്ടി എടുക്കുന്നത്. ലേബറിനും സ്പെയറിനും ഇത് തന്നെയാണ് ഇഷ്യൂ ടൈപ്പ്. അപ്പൊ നമ്മൾ വെഹിക്കിളിന് വാറണ്ടിയാണ് കൊടുക്കേണ്ടത്. വാറണ്ടി വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ വാറണ്ടി സ്ക്രീനിൽ കൂടെ കടന്നുപോയി അത് അലോ ചെയ്തെങ്കിൽ മാത്രമേ വാറണ്ടിയിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പിന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ബില്ല് ആയിട്ട് പോലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കസ്റ്റമറിന്റെ പേരിൽ പെയ്ഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാൽ റീഎസ്റ്റിമേഷൻ ഒന്നോടെ എടുത്ത് ഇഷ്യൂ ടൈപ്പ് ബില്ലാക്കി കൊണ്ടുവന്ന് തന്നെ ഇഷ്യൂ ചെയ്യേണ്ടി വരും. വാറണ്ടി റിജക്റ്റ് ആയ, എക്സ്റ്റൻഡഡ് വാറണ്ടി റിജക്റ്റ് ആയാലും. ഇപ്പം ഞാൻ പറഞ്ഞു ബില്ല് കസ്റ്റമർ പേയബിൾ ആണ്. എക്സ്റ്റൻഡഡ് വാറണ്ടി ടൈറ്റിലാണെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി ആണ്. ഫ്രീ സർവീസുകൾ ഫ്രീ മാത്രമാണ്. ഇനി ഞാൻ പറയാതെ പോയ ഒരു കാര്യം പറയാൻ പോകണം. ഇനി അടുത്തത് PSC ക്ലെയിം. MCP ആയിട്ടുള്ള ഒരു സാധനം ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വലന്റ്ലി ഉള്ള ഇഷ്യൂ ടൈപ്പാണ് PSC ക്ലെയിം. MCP ടൈപ്പിനുള്ള ഇഷ്യൂ ടൈപ്പാണ് PSC ക്ലെയിം. അതുപോലെ തന്നെ റീകോൾ ഐറ്റം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. നമ്മളവിടെ സാധാരണഗതിയിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ വരും. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അത് തന്നെ വരും എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ അത് ആഡ് ചെയ്യേണ്ട വരാറില്ല. ഇങ്ങനെ റീകോൾ ഐറ്റം ഒന്നും ഇതിലേക്ക് കൊണ്ടുവരേണ്ട വരാറില്ല സാധാരണഗതിയിൽ. PSC ക്ലെയിം ആണെങ്കിൽ നമ്മൾ MCP ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ MCP ERP ടാഗ് ചെയ്തതിന് ശേഷം ഇവിടെ വരുമ്പം ആ DMSൽ ഏതൊക്കെ MCP ആയിട്ട് പോകുന്നുണ്ടോ അതെല്ലാം തന്നെ ഇവിടെ PSC ആയിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇഷ്യൂ ടൈപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഗുഡ്വിൽ വാറണ്ടി ക്ലെയിം. ഗുഡ്വിൽ വാറണ്ടി ക്ലെയിമിലാണെങ്കിൽ സാധാരണഗതിയിൽ മാക്സിമം 3 പേരോ ഇല്ലെങ്കിൽ ഒരാളെങ്കിലും വരുന്ന ഒരു തരം ട്രാൻസാക്ഷനാണ്. 3 പേരും വരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാരുതി വരും, ഒരു സൈഡിൽ കസ്റ്റമർ വരും, ഒരു സൈഡിൽ ഡീലർ വരും. അപ്പോൾ ഇതിന്റെ ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ബെയർ ചെയ്യുന്ന 3 പേരായിരിക്കും. ബിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് പോകും. ഇത് എത്ര ശതമാനമാണ് കസ്റ്റമറിന് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 25%. ക്ലെയിം മാരുതിയിലേക്ക് ക്ലെയിം ചെയ്യുന്നതാണ്. മാരുതിയുടെ സൈഡിൽ എത്ര തരുന്നോ അതാണ് ക്ലെയിം. 3ാമത്തതാണ് ഫ്രീ. അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നത്, ഡീലറുടെ കയ്യിൽ നിന്ന് എത്ര ശതമാനമാണ് പോകുന്നത് ഇതാണ്. ഇത് എങ്ങനെയാണെങ്കിലും 100% ആയിരിക്കും. അപ്പൊ ഈ 100% ഇവിടെ ബില്ല് ചെയ്തെങ്കിൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വാറണ്ടി. ഇനി ചില ഘട്ടങ്ങളിൽ കസ്റ്റമർ ഉണ്ടാവില്ല, കസ്റ്റമർ ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പം ഇവിടെ എന്ത് ചെയ്യും, അത്
മാരുതിയും ഡീലറും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വന്നാൽ അത് ഇങ്ങനെ. ഇതെപ്പോഴും 100% ആണ് ഇതിന്റെ കണക്ക്. ഇവിടെ ഫ്രീ 50, ഇവിടെ ക്ലെയിം 50. മാരുതിയിൽ 50% കിട്ടണം, നമ്മുടെ കയ്യിൽ 50 പോകണം. ചില സമയത്ത് നമ്മൾ ഇതിനെ അങ്ങനെയല്ലാതെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്താന്ന് പറഞ്ഞു തന്നാൽ, നമുക്ക് വാറണ്ടി ഉണ്ട്. ഈ വാറണ്ടി ഉള്ള ഐറ്റം 2 വർഷമാണ് വാറണ്ടി. ഇപ്പോഴത്തെ ലോക്ക്ഡൌണിന്റെ കാലഘട്ടങ്ങളിൽ 2 വർഷം കഴിഞ്ഞ വണ്ടികളും DMSൽ വാറണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ERP പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാറണ്ടി ആയിട്ടുള്ള വരുന്ന വണ്ടികളെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. 2 മാസം കഴിഞ്ഞാണ് ലോക്ക്ഡൌൺ പീരീഡ് കൊണ്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കുന്നതാണ്. 2 കൊല്ലത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയാണ് അതിനെ യൂസ് ചെയ്യുന്നത്. 100% മാരുതിക്ക് കൊടുത്ത് നമ്മൾ അതിനെ ചെയ്യും. ഇതാണ് റീഎസ്റ്റിമേഷൻ്റെ പോയിന്റുകൾ. ഞാൻ ഇതിനൊന്ന് റീക്യാപ്പ് ചെയ്യാൻ പോവാണ്. റീഎസ്റ്റിമേഷൻ എൻട്രി പോയിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ജോബ് കാർഡിന് ശേഷം ജോബോ ലേബറോ സ്പെയറോ ഇഷ്യൂ ചെയ്യാനായിട്ട് ഒരു റീഎസ്റ്റിമേഷൻ സേവ് ചെയ്യുമ്പം ഒരു ജോബോ ഒരു ലേബറോ ഒരു സ്പെയറോ ഒരു എൻട്രി എങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നെങ്കിലും വീണില്ലെങ്കിൽ അത് സേവ് ചെയ്യുക, അതിന് എറർ വരും. റീഎസ്റ്റിമേഷൻ എനി നമ്പർ ഓഫ് ടൈം യൂസ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന സ്ക്രീനാണ്. കൺവെൻഷൻ സ്ക്രീനിൽ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഉള്ള ജോബ് ഇവിടെ കാണാം, അഡീഷണൽ ജോബ് ഇവിടെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലേബർ, എക്സിസ്റ്റിംഗ് ലേബർ ഇവിടെ കാണാം, അഡീഷണൽ ലേബർ ഇവിടെ പോയാണ് ഇടുന്നത്. അതുപോലെ തന്നെ പാർട്സിന്റെ കാര്യത്തിൽ അഡീഷണൽ ഇതുവരെയുള്ള പാർട്സിൽ നോക്കിയാൽ കാണാം. ഇനി ആഡ് ചെയ്യണമെങ്കിൽ അഡീഷണൽ പാർട്സിൽ നമ്മൾ ചെയ്യണം. ഇഷ്യൂ ടൈപ്പ്, ബില്ല്, ഫ്രീ, ഗുഡ് വില്ല്, ഇതെല്ലാം ഞാൻ പറഞ്ഞു പോയി. ഇതൊക്കെയാണത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇന്ന് നമുക്ക് കുറച്ച് ജോബ് കാർഡ് ഇട്ട് നോക്കാവുന്നതാണ്. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങളപ്പം ഇന്ന് നിങ്ങൾ ജോബ് കാർഡുകളും എസ്റ്റിമേഷനും വർക്ക് അലോക്കേഷനും ബേ ഇൻ ബേ ഔട്ട് എല്ലാം ചെയ്തു നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ പറയാം. നാളെ 11:30 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് വരും, തെറ്റിക്കും. അതിനുള്ള വേദിയാണ് ഈ ടെസ്റ്റ് ഡാറ്റാബേസ്. നിങ്ങൾ അവിടെ കൃത്യമായിട്ട് അതിനെ ചെയ്താൽ നിങ്ങൾ ലൈവിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരികയില്ല. അതല്ല, നിങ്ങൾ മടി പിടിച്ചിരിക്കുക, ഇതിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈവിൽ പോയി ബുദ്ധിമുട്ടും. അപ്പോൾ നിങ്ങൾ ഇതിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ ഇതുമായിട്ട് പരിചയപ്പെടുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇച്ചിരി ഡിഫറെൻ്റ് ആയ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ക്ലാരിഫിക്കേഷൻ വേണോ? രഞ്ജു ശങ്കറായിരുന്നു. ഇവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരുടെ എല്ലാവരുടെയും സ്ഥലത്ത് കൊടുക്കും വർക്ക്ഷോപ്പിൽ. ടെസ്റ്റ് യൂസർ നെയിം പാസ്വേഡ്സ് ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അവരുടെ നമ്മുടെ ഈ IT പേഴ്സൺ തൃശ്ശൂർ റീജിയൻ വിനോദാണ് നോക്കുന്നത്. സംസാരിച്ചിട്ട് ജിപ്സൺ ജി, ബൈജു ജി കേട്ടോ, സംസാരിച്ചിട്ട് ടെസ്റ്റ് സെർവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രണ്ട് ഓഫീസിലും അങ്ങനെയുള്ള 2-3 സിസ്റ്റത്തിൽ എല്ലാ വർക്ക്ഷോപ്പിലും ഒന്ന് ഇട്ട് കൊടുക്കണം, എങ്കിലേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്താ? വേറെ കാര്യങ്ങളില്ല. ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ ഞാൻ അവരുടെ ഗ്രൂപ്പിലേക്ക് ഇന്ന് ഇട്ട അതിന്റെ PDF ഫോർമാറ്റും അവരുടെ യൂസർ നെയിം പാസ്വേഡും ഞാൻ കൊടുക്കാം. അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എന്നെ വിളിക്കാൻ ഞാൻ പറയാം. ഓക്കെ, നാളെ 11:30 ഇതിന്റെ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ആരൊക്കെ വേണ്ട രഞ്ജു നാളെ നമ്മളുടെ ടീമില്? നാളെ നമുക്ക് സ്പെയർ ഇഷ്യൂ, ലേബർ ഇഷ്യൂ എല്ലാം വരുന്നത്. സ്പെയറുകാരിൽ ഒരാളെങ്കിലും മാൻഡേറ്ററി ആയിട്ട് വേണം. ഒരാളെങ്കിലും നമ്മുടെ ഇതിന്റെ കൂടെ വേണം അല്ലെ? ഇന്നുള്ളവരുടെ കൂടെ ഒരാളും കൂടെ വേണം അല്ലെ? മിക്കവാറും സ്ഥലങ്ങളിൽ നിന്ന് സ്പെയറിന്റെ ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്തപ്പം. അപ്പൊ അവര് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുമെങ്കിൽ നാളെ കുഴപ്പമില്ല, ഇത് തന്നെ വേണം. അപ്പൊ റീഎസ്റ്റിമേഷൻ എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് വേണ്ടതാണ്. അവർ ഇന്ന് ഇത് കണ്ടിട്ടുണ്ട്. റീഎസ്റ്റിമേഷനിൽ കൂടിയാണ് ഒരു പാർട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാട് കഴിഞ്ഞ് അതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ദിവസം ബാക്കി കാര്യങ്ങളും കൂടെ പറയാം. ഓക്കെ, ഞാനിത് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു.
താങ്ക് യു. Right. Thank you all. Thank you all. Right. ഞാൻ ഇന്നലത്തെ പോലെ മറ്റേതാണ് വിചാരിച്ചേ ഇയർഫോണിന്റെ രസം പോലെ വിചാരിച്ചേ